പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാക്ഷ്യങ്ങളിലെ എന്നെ നന്നായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച എല്ലാ സാക്ഷ്യങ്ങളും ലോകോത്തരമാണ്. പക്ഷേ ചില സാക്ഷ്യങ്ങൾക്ക് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് പവർ, അതിൻ്റെ മോഡ് ഓഫ് പ്രാന്തി എന്ന് പറയുന്ന അത് ചെയ്വനകളെ ചിലതിനെ ഉടമ്പടിയോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷേ സാക്ഷ്യം ബിബ്ലിക്കലാണ്. ആ സാക്ഷ്യം മിലിൻഡ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ സാക്ഷിയാണ്. പല പ്രവിധാന ഇടവകയായിരുന്നു. അവരുടെ വിഷയമെന്ന് പറയണത് അവരുടെ മകൻ സ്പെയിനിലാണ്. അയാൾക്ക് നടക്കുമ്പോൾ ഭയങ്കര വിലക്ഷണമായ നടപ്പ്. എന്ന് വെച്ചാൽ കാലിൽ ആണി രോഗമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അയാൾ പറയുന്നത് 10 ആണിയുണ്ടെന്നാണ്. 10 ആണി കാലിലുണ്ട്. അപ്പോൾ അത് എന്നിട്ട് ഉടനെ അമ്മയോട് പറയണം, ഫോൺ ചെയ്യണം, ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ നടപ്പിൻ്റെ സ്റ്റൈല് തന്നെ മാറി അമ്മേ, ഭയങ്കര കൊടിയ വേദനയുമാണ്. ഇപ്പം നന്നായിട്ടൊക്കെ നടന്നു പോകുന്നവരിങ്ങനെ വികലാംഗരെപ്പോലും നടക്കുമ്പോൾ നന്നായി നടന്നു പോകുന്നവർക്ക് പരിചരിച്ചവർക്ക് അത് ഭയങ്കരമായ ഭാരമാണ്. പക്ഷേ ആണി രോഗത്തിന് എന്താ പ്രത്യേക മരുന്നെന്നും ആർക്കും അറിയത്തില്ല. ഉണ്ടാകാം ചില സമയത്ത് ചൂഴ്ന്നൊക്കെ കളയാൻ കാണാം. പലതരത്തിലുള്ള ആൾക്കാർ നാട്ടുക്രിയകളൊക്കെ ചെയ്യണ കാണാം. ഇതുമേ ചിലർ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കും. എന്നാലും ഇതിൻ്റെ ലാഗിങ് ഭയങ്കരമാണ്. ഇതിൻ്റെ വേദന എന്ന് വെച്ചാൽ നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര ഡെഡ് എൻഡിൽ എന്ത് ചെയ്യണമെന്ന് അവന് അറിയത്തില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പക്ഷേ ദൈവത്തിന് അറിയാം. ഇതിൻ്റെ അകത്തെല്ലാം വിഷയം ഇതാണ്. അതായത് ഇപ്പം ഇടക്കച്ചൻ പറയാറുള്ള വചനമാണ്, എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. നമ്മളെപ്പോഴും ഉടമ്പടിയിൽ എടുക്കുന്നൊരു വചനമാണ്. ഇപ്പം ഞാൻ എൻ്റെ നാവിൽ വന്നതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പക്ഷേ അതൊരു മദർ വേർഡാണ്. മദർ വേർഡെന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിൽ ഒരു വേർഡിൽ നിന്ന് ഒത്തിരിയേറെ വചനങ്ങൾ ഇങ്ങനെ ഗീവ് ബർത്ത് ചെയ്യുന്ന വാക്കുകളുണ്ട്. അതായത് ലോകസ്ഥാപനം മുമ്പ് മുതൽ നിഗൂഢമായിരുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന പോലെ ഒക്കൾട്ട് വാക്കുകളുണ്ട്, ഗൂഢവചനങ്ങൾ ബൈബിളിൽ. വെളിപാടില്ലാതെ പറയാൻ പറ്റത്തില്ല. പഠിച്ചത് കൊണ്ടോ സർക്കംസ്റ്റൻസ് നോക്കിയത് കൊണ്ടോ അതിൻ്റെ 6th ലെവൽ പഠിച്ചത് കൊണ്ടോ ബൈബിളിൻ്റെ സംസ്കാരമോ ലാൻഡ് ഹിസ്റ്ററിയോ ചെയ്ത കാലത്ത് ലിറ്റററി ഫോമോ ഒന്നും പഠിച്ചാലും ചില വചനങ്ങൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് അഭ്യൂഹങ്ങൾ, ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ പറ്റും. ആ വചനത്തെക്കുറിച്ച് ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് പറയണത് ഇന്നതായിരിക്കാമെന്ന് വെച്ചാൽ ആരുദ്ദേശിച്ചതാണ്? എഴുത്തുകാരൻ ഉദ്ദേശിച്ചെന്നാണ് ഇവർ പറയണത്. ലിറ്റററി ഫോം പഠിക്കുന്നവർ, ടെക്സ്റ്റുവൽ ക്രിറ്റിസിസമൊക്കെ പഠിക്കുന്നവർ എഴുത്തുകാരൻ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എഴുത്തുകാരൻ ആരാണ്? സെൻറ്റ് ജോണാണ് എഴുത്തുകാരൻ, സെൻറ്റ് മാത്യു ആണ് എഴുത്തുകാരൻ. എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഈ ലാൻഡ് ഹിസ്റ്ററി പഠിച്ചാൽ, 6th ലെവൽ പഠിച്ചാൽ, ഫോം ക്രിറ്റിസിസം പഠിച്ചാൽ, ടെക്സ്റ്റൽ ക്രിറ്റിസിസം പഠിച്ചാൽ പറയാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വരണത്. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കണത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടില്ലാതെ പറയാൻ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെളിപാട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് വെളിപാടിൻ്റെ കാലം അപ്പോസ്തല കാലത്തോടു കൂടി ക്ലോസ് ചെയ്തു. പക്ഷേ ഇപ്പോഴും സ്വകാര്യ വെളിപാടുകൾ ഉണ്ടാകുന്നുണ്ട്. സ്വകാര്യ വെളിപാടുകൾ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, ക്രിസ്തീയ ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മനുഷ്യജീവിതമല്ല. സ്വകാര്യ വെളിപാടില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, അത് ജീവിതം മുന്നോട്ട് പോകും, പക്ഷേ ക്രിസ്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴീ ചേച്ചി തന്നെ മെലിൻഡ എന്താ ചെയ്തത്? അവർക്കൊരു വെളിപാടുണ്ടായി.
അതൊരു വെളിപാടാണ്. എന്നുവെച്ചാൽ ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിശുദ്ധമായ തോന്നൽ. അങ്ങനെ വിശുദ്ധമായ തോന്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം. ഓൺലൈൻ പരിശുദ്ധാത്മാവുമായിട്ട് ഓൺലൈനായിരിക്കണം. അല്ല ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി കൊണ്ട് പറ്റത്തില്ല. ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പെരക്കത്തി പിടിക്കുമ്പോൾ മാത്രം ഫയർ എഞ്ചിനെ വിളിക്കും, അതിൻ്റെ നമ്പർ നോക്കിയെടുക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു വിശ്വാസ രീതികളുണ്ട്. ഉടമ്പടി ഈ അവസ്ഥയിൽ നിന്നാണ് 10,000-ങ്ങളെ കറക്റ്റ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എന്താ കാര്യം? ഈശോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അതാണ് വിഷയം. ഇപ്പം യോഹന്നാൻ 6:6 എഴുതിയിരിക്കുന്നത് എന്താണ്? നേരം വൈകി ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം മേടിക്കാൻ അവരെ പറഞ്ഞേക്കാൻ. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ പറയും. അപ്പോൾ ഈ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയത്തില്ലേ, അതിലാണ് ഈ വിശ്വാസി ജീവിക്കണത്. ഇപ്പം ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ. വെരി വെരി ക്ലിയർ അല്ലേ അതിനകത്തുനിന്ന്? ഇപ്പോൾ ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? നിങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കാൻ കഴിയും. ഈശോ മാത്രമേ അങ്ങനെ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ ശ്രവിക്കുന്ന ഓരോ വിശ്വാസിയും നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ എൻ്റെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ടേ. മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ നീ എന്താ ചെയ്യേണ്ടത്? കർത്താവുമായിട്ട് ഒരു ഐക്യപ്പെടണം. ഇപ്പം യേശു ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരുന്നു. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ മക്കളെ. 1 കൊരിന്ത്യർ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. അവിടുത്തോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. ഒന്നിനെ പറഞ്ഞേ. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയാവോ? ഇപ്പോൾ 1 കൊരിന്ത്യർ 6:17 ഈ വചനമുള്ളത് അല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും അൾട്ടിമേറ്റിൽ എന്താ സംഭവിക്കുന്നത്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തിക്ക് എന്താ സംഭവിക്കണത്? അവൻ കർത്താവുമായി സംയോജിക്കുകയാണ്. അവൻ അല്ലെങ്കിൽ അവൾ കർത്താവുമായി സംയോജിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവുമായിട്ട് ഏക ആത്മാവായി തീരും. അങ്ങനെ തീർന്നാൽ എന്ത് സംഭവിക്കും? 1 കൊരിന്ത്യർ 2:15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഇതാണ് പ്രശ്നം. അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഈ ഉടമ്പടി നിങ്ങളെ ആത്മീയ മനുഷ്യനാക്കിയാണ് മാറ്റുന്നത്. ആത്മീയ മനുഷ്യനുണ്ടാകുന്ന വിഷയം എന്താണ്? എല്ലാ കാര്യങ്ങളുമാണ്, 1-2 കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങളല്ല. എല്ലാവർക്കും അങ്ങനെ ഒരു രീതിയുണ്ട്. ദൈവത്തെ ആത്മീയ വിഷയങ്ങൾക്ക് മാത്രം തളച്ചിടുന്നത്. അതുകൊണ്ടാണ് ഡ്രൈ ആയി പോണത്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഡ്രൈ മാസം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ മാസമുണ്ട്, ഡ്രൈ ബാപ്റ്റിസം ഉണ്ട്. എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കുർബാന ആയിരിക്കത്തില്ല. അത് നമ്മൾ കുർബാന ചൊല്ലി പഠിപ്പിക്കുകയായിരിക്കും. നമ്മളെ കാസായും പീലാസും ഒക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് പഠിപ്പിക്കുകയായിരിക്കും. അവിടെ ആക്ഷനും അതുപോലെ തന്നെ മാസിൻ്റെ കർത്താവിൻ്റെ കുർബാനയിലേക്കുള്ള തിരുവപ്പത്തിലേക്കുള്ള അഭിഷേക പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പെസകാവും, കറക്റ്റ് മാസമായി പോകും. അപ്പോൾ ദൈവികമായ ശക്തി, കർത്താവിൻ്റെ തിരുശരീരം, ദൈവസാന്നിധ്യം, ദൈവകൃപാന എല്ലാം സമർപ്പിക്കും. പക്ഷേ ഇത് ചൊല്ലി പഠിപ്പിക്കുന്ന രീതിക്കാണ് ഡ്രൈ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കൊച്ചിന് ജ്ഞാനസ്ഥാനം കൊടുക്കുന്നത് ഡ്രൈ സാക്രമെൻറ്റ് ബാപ്റ്റിസം. എന്താ? ഒരു പാവ എടുത്തിട്ട് അതിന് ജ്ഞാനസ്ഥാനം കൊടുക്കണ കാണിക്കും. ഒരു കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തേണ്ട രീതിയിൽ എവിടെയാണ് നെഞ്ചിൽ കുരിശ് വരക്കേണ്ടത്, എപ്പോഴാണ് നെറ്റിയിൽ കുരിശ് വരക്കേണ്ടത്, എപ്പോഴാണ് എന്നൊക്കെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് ഡ്രൈ ബാപ്റ്റിസമാണ്. നമ്മളുടേത് ചില സമയത്ത് ഞാൻ ഓർക്കുവേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിർബന്ധമുണ്ട്, ദൈവം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന മാസ് ഡ്രൈ മാസമായി പോകും. വെറുതെ
ആ മാസിൻ്റെ രീതികളിൽ അങ്ങോട്ട് മാസിൻ്റെ ചേരുവകളുണ്ടായാൽ മതിയല്ലോ. അതിപ്പോൾ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ചെയ്തൊക്കെ വെക്കാൻ പറ്റും, പക്ഷെ മനസ്സുണ്ടാകണം അവിടെ. അപ്പോഴാണ് ഡ്രൈ മാസും യഥാർത്ഥത്തിലുള്ള സാക്രമെൻറ്റ് ഓഫ് ക്രിസ്റ്റിക് സാക്രമെൻ്റായിട്ട് മാറണതിൻ്റെ വ്യത്യാസവും നമ്മുടെ മനസാന്നിധ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫും ഡ്രൈ ക്രിസ്ത്യൻ ആവും. ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ജീവിച്ചു പോകും, കുർബാനയും കുടുംബ പ്രാർത്ഥനയൊക്കെ അടക്കം ജീവിച്ചു പോകും. അപ്പം പക്ഷേ അതായത് കർത്താവുമായിട്ട് ഒരു ആത്മീയ മനുഷ്യനായി മാറത്തില്ല. എന്താ നമ്മൾ വായിച്ചത്? അതായത് കർത്താവുമായി സംയോജിക്കുന്നവൻ എന്ന് പറഞ്ഞ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അവനോടുകൂടി ഏകാത്മാവായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്? അതാണ് നമ്മുടെ 1 കൊറിന്ത്യൻസിൻ്റെ 2:15 ആത്മീയ മനുഷ്യൻ ഏറ്റു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പം നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേചനം കിട്ടും നമുക്ക്. എല്ലാ കാര്യങ്ങളുമാണ്, അല്ലാതെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല. കർത്താവിൻ്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതാണ്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. എന്തൊക്കെയാണ് അറിയണത്? വായിച്ചോളൂ. അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെ അവരെ വിവേചിച്ചറിയണെ സംബന്ധിച്ചിടത്തോളം അവനെ വിധിക്കാൻ പറ്റത്തില്ല. ഇതിന് മണ്ടത്തരമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവനിന്ദയായിട്ട് വരും അവസാനം. അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും അവസാനത്തെ വരിയാണ്, ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വല്ലാത്ത വചനമാണ്. അതായത് ഈ വചനം ലിങ്ക് ചെയ്യേണ്ടത് അച്ഛൻ മുമ്പ് പറഞ്ഞ 2 കൊറിന്ത്യൻസിൻ്റെ 1 കൊറിന്ത്യൻസ് 6:17 എന്താണ്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏകാത്മാവായി തീരുന്നു. അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? അപ്പം അതിൻ്റെ ഏകാത്മാവായി തീരുമ്പോൾ നമുക്ക് സംഭവിക്കണത് എന്താണ്? ഞങ്ങൾ ആവട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സ് ഈ വിഷയത്തിൽ അറിയുന്നതാണ് വചനത്തിൽ. ഓരോ വചനത്തിനും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, അതറിയണം. അപ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യനാണെന്നതിൻ്റെ ഒരു അടയാളം അതാണ്. പിന്നെ കൂടാതെ എന്താണ്? ഈ യോഹന്നാൻ 6:6 ഉണ്ട്. അതെന്താണ്? ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യൂ. കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണത്. കർത്താവിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ്. നിങ്ങൾ തന്നെ അതിനെ അവർക്ക് കൊടുക്കുക. അത് ഈശോയുടെ ഒരു വചനമാണ്, ഈശോയുടെ നിലപാടാണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കടല് നീന്തി അക്കരെ കടക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ശബ്ദത്തിലൂടെ സമാന്തരമായി സഞ്ചരിക്കും. ഇത് തമ്മിൽ ഭയങ്കര ബന്ധമുള്ള വചനങ്ങളാണ്. അതായത് യോഹന്നാൻ 6:21 അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ, വള്ളത്തിൽ കയറ്റിയില്ല. യോഹന്നാൻ 6:21 എന്താണ്? അവനെ വള്ളത്തിൽ അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരക്കടുത്തു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ തന്നെ തുഴഞ്ഞ് കർത്താവ് വള്ളത്തെ കയറാതെ സമാന്തരമായി കടലിന് സമാന്തരമായി വള്ളത്തിന് സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് ഇതൊരു ഭയങ്കര ട്രെയിനിങ്ങാണ്. ഇപ്പം നമ്മൾ കോച്ചൊക്കെ ചെയ്യണ പോലെയുള്ള പരിപാടിയാണ്. ആ ഓട്ടക്കാരായാലും ശരി അതിൻ്റെ കൂടെ ഓടി കൊടുക്കും, ചിലപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ട്രെയിനിങ്ങിൻ്റെ, അതായത് ഈശോ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ തന്നെ ആ വിഷയത്തിന് പരിഹാരം കാണാൻ നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ല എന്നും കർത്താവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ധർമ്മക്കാരൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട രീതി. അവർ ക്രിസ്ത്യനല്ല, ശരിക്കും പറഞ്ഞാൽ ധർമ്മക്കാരാണ്, വിശ്വാസി. അതായത് ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മളിലെ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കും. ഇതാണ് എൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. ഞാൻ ഇങ്ങനെ പറയണത് കാര്യം, ഇപ്പം നമ്മൾ 6:6 കണ്ടത് എന്താണ്? ഒരു പ്രശ്നമുണ്ടായി.
എന്ത് പറ്റി? നേരം വൈകി. രണ്ടാമത്തെ വിഷയം എന്താണ്? ജനങ്ങളെ പറഞ്ഞേക്കണം. എന്തിനാണ്? അപ്പം വാങ്ങിക്കണം. ഇതാണ് വിഷയം. അപ്പോൾ ഈശോ എന്നാ മറുപടി പറയണത്? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലന്മാർ വാ വിളിച്ചു പോയി. ഞങ്ങൾക്ക് അതിനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് ആ ഉള്ള കപ്പാസിറ്റിയിൽ കർത്താവിൽ ആശ്രയിച്ചിരുന്നെങ്കിലേ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാതെ തന്നെ അപ്പം വർദ്ധിപ്പിച്ച് പോരാം. അതാണ് വിഷയം. കർത്താവിൻ്റെ കൈ കൊണ്ടുവന്ന് കർത്താവ് ആശ്രയിച്ച് അതിനെ കൊടുക്കാൻ എക്കാലത്തും കർത്താവിന് പറ്റുമോ? കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന കാലത്ത് ഓരോ കുടുംബത്തിലും അപ്പമില്ലാതെ വരുമ്പോഴും ആഹാരം ഇല്ലാതെ വരുമ്പോഴൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കൊട്ട എടുത്തിട്ട് അല്ലെങ്കിൽ ചോറും ചോറ്റും കലവും എടുത്തിട്ട് വെച്ച് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് തന്നെ ഇതിനുള്ള കൃപയുണ്ട്, കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കഴിവ് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. ഇതിനാണ് ഈ ആത്മീയ മനുഷ്യനെന്ന് പറയണത്. എങ്ങനെയാണ്? കർത്താവുമായി സംയോജിക്കുന്നവൻ. കർത്താവുമായി സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ 1 കൊരിന്ത്യർ 2:18 പറയണത് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനുമായി ഏകാത്മാവായി തീരുന്നു. ഈ ആളെയാണ് പൗലോസ് അപ്പോസ്തലൻ എന്ത് പറയണത്? ആത്മീയ മനുഷ്യൻ എന്ന് പറയണത്. എന്താണ് ആത്മീയ മനുഷ്യൻ? 1 കൊരിന്ത്യർ 2:15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും അവസാനത്തെ വചനം എന്താണ്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എങ്ങനെയാണ് ഈ മനസ്സറിയണത്? കർത്താവുമായി സംയോജിക്കുന്ന അവനോടുകൂടെ ഏകാത്മാവായി തീരുന്ന വഴിയാണ്. ഞാൻ ഈ മിലിൻഡയുടെ സാക്ഷ്യമാണ് പറഞ്ഞിട്ടാണ് ഈ വചനത്തിലേക്ക് വന്നത്. മിലിൻഡ എന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി എടുത്തു. മകൻ സ്പെയിനിലാണ്, ഇവിടെ ഇല്ല, നാട്ടിലില്ല. കർത്താവിൻ്റെ എല്ലാ രോഗികളും കർത്താവിൻ്റെ അടുത്തുണ്ടായിരുന്നവരാണ്. ചില രോഗികൾ മാത്രമാണ് ഇങ്ങനെ റിമോട്ടിൽ പോയിരിക്കണത്. 1-2 രോഗികൾ കർത്താവിൻ്റെ അടുത്തില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് 2 തരം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ അടുത്തുള്ളവരെ തൊട്ട് സുഖപ്പെടുത്തി. കുഷ്ഠരോഗി അങ്ങനെ സുഖപ്പെട്ട ആളാണ്. രക്തസ്രാവക്കാരി കർത്താവിൻ്റെ അടുത്ത് തന്നെ വന്ന് പിറകിലൂടെ വന്ന് വസ്ത്രത്തിൽ തൊട്ട് സുഖപ്പെടുത്തി. പക്ഷെ വേറെ 2 രോഗികളുണ്ട്. എന്താണ്? ശതാധിപൻ്റെ മകള് ശതാധിപൻ്റെ ഭൃത്യൻ. ആ രോഗിയെക്കുറിച്ച് ശതാധിപൻ പറയണത്, നീ ഇവിടെ നിന്നൊരു വാക്ക്, ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷമില്ല 8:8, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇൻ്റർകോണ്ടിനെൻ്റലായിട്ടുള്ള ആളാണെങ്കിലും എത്ര അകലമുള്ള ശതാധിപൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ റിമോട്ട് ഹീലിംഗ് എന്ന് പറയണത് ഇന്ന് എത്രയോ പേരാണ് കർത്താവിൻ്റെ അൾത്താറയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനായിട്ട് സൗഖ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ഇത് ശതാധിപൻ്റെ കാലത്ത് ഒരു ആവശ്യം വന്നപ്പോൾ ശതാധിപൻ്റെ വിശ്വാസം ഇത്തിരി വലിയൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈശോ അത് പറയുകയും ചെയ്ത്, ഇത്രയും വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പം അടുത്തുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് ഒരു മീഡിയം ഫെയ്ത്താണ്. പക്ഷേ അകലെയുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് വലിയ വിശ്വാസമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യം. യേശു ഏറ്റുപറഞ്ഞ് ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല. അപ്പൊ ഈ വലിയ വിശ്വാസം, ഈ വിശ്വാസത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഇതുപോലെ റിമോട്ട് ഹീലിംഗ് നടക്കും. അതായത് വളരെ ഫാറായിട്ടുള്ള ഇതുപോലെ തന്നെ രാജ്യസേവകനും ഉണ്ട് ഈ ഒരു പരിപാടി.
രാജസേവകൻ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4:49-50 വചനങ്ങൾ. അപ്പോൾ രാജസേവകൻ്റെ ഭൃത്യൻ്റെ വിഷയം സംഭവിക്കുമ്പോൾ ഇതുപോലെ രാജസേവകനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? പൊയ്ക്കൊള്ളുക. എന്താണ്? നിൻ്റെ മകൻ ജീവിക്കും. അതാണ് സംഭവം. എന്നിട്ട് കൃത്യമായിട്ട് ആ മകൻ ജീവിക്കും. പക്ഷേ എന്താ വിഷയം? എങ്ങനെയാണ് അവൻ ജീവിച്ചതെന്നാണ് യോഹന്നാൻ 4:50 പറയണത്. എന്താ 4:50 പറയണത്? യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. അതാണ് വിഷയം. അതായത് പേഷ്യൻ്റ് ഇവിടെ ഇല്ല, പേഷ്യൻ്റ് വളരെ അകലെയാണ്. പക്ഷെ എന്താണ് ഉള്ളത്? ആ അപ്പൻ അല്ലെങ്കിൽ ആ രാജസേവകൻ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അപ്പോഴേ ഈ വിശ്വാസത്തിന് നിലവാരം തന്നെ വ്യത്യസ്തങ്ങളായ നിലവാരമാണ് ഉള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ വരണ വിഷയങ്ങൾ, ഇപ്പം ചെറിയ വിഷയങ്ങളുണ്ടാകാം, വലിയ വിഷയങ്ങളുണ്ടാകാം. അപ്പോൾ വലിയ വിഷയങ്ങൾക്ക് വലിയ വിശ്വാസമാണ് വേണ്ടത്, ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ വിശ്വാസവും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ മെലിൻഡയുടെ വിശ്വാസം വലിയ വിശ്വാസമാണ്. എന്താ പ്രശ്നം? ഈ ആണി രോഗം ബാധിച്ച മകൻ സ്പെയിനിലാണ്, അവർ പാലായിലും. അമ്മ എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് കാല് കുത്താൻ പറ്റണില്ല, എൻ്റെ നടപ്പ് തന്നെ വിലക്ഷണമായിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ചെയ്യണമെന്നറിയാവോ? ആ സാക്ഷി നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം, നല്ല രസമാണ്. അവർ ഈ മകൻ്റെ കാലിൽ ആണിയുള്ള കാലിൻ്റെ പാദം ആണെന്ന് സങ്കല്പിച്ചിട്ട് തൻ്റെ പാദത്തിൽ, മെലിൻഡയുടെ പാദത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേക്കും. ഒരു ഫെയ്ത്ത് എക്സിക്യൂഷനാണിത്. ആളെവിടെയാണ്? ആൾ യൂറോപ്പിലാണ്. ആ യൂറോപ്പിലാകുന്ന ആളുടെ പാദം യേശുക്രിസ്തു വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വെറുതെ മനസ്സിൽ കാണുന്നതല്ല, അത് സങ്കല്പം എന്ന് പറയും. അങ്ങനെയല്ല, വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വിശ്വാസത്തിൽ മനസ്സിൽ കാണുമ്പോഴെന്ന് പറയും, പൗലോസ് അപ്പോസ്തലൻ പറയും, നമ്മൾ വിദൂരസ്ഥരാകാം പക്ഷേ സമീപസ്ഥരാകും. വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിൽ സമീപസ്ഥരാണ്. അവിടെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതായത് ബൈബിളിൽ ഒരു വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ വചന സൂത്രങ്ങളും ഉണ്ട്. പക്ഷെ അത് ഒക്കൾട്ടാണ്, എന്നുവെച്ചാൽ ഗൂഢവചനം. പറഞ്ഞോളൂ. എഫേസ്യൻസ് 2:13. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായി. അപ്പം ഈ സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണത് ക്രിസ്തുവിലാണ്. സമയത്തിൻ്റെ അകലങ്ങൾ മാറണതും സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണതും ക്രിസ്തുവിലാണ്. ഇപ്പം കാനായിലെ കല്യാണ കുടുംബത്തിൽ സമയത്തിൻ്റെ അകലമാണ് ഉണ്ടായിരുന്നത്, സമയമാകാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവിടെ മധ്യസ്ഥം വഹിച്ചപ്പോൾ ആ ആകാത്ത സമയം അടുത്തു. ഇപ്പോഴത്തെ വിഷയം എന്താ? സെൻറ്റ് പോൾ പറയണത് എഫെസ്യൻസ് 2:13 പറയണത്, വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കും. അതായത് വിശ്വാസത്തിലാണ് നമ്മൾ സമീപസ്ഥമായിരിക്കും. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പോൾ സ്പേസ് ഇട്ട് അടിക്കത്തില്ലേ? വിശ്വാസത്തിൽ സ്പേസ് ഇല്ല. ക്രിസ്തുവിൽ നമ്മൾ സമീപസ്ഥമാകും. ഇപ്പം എത്രയോ പേരാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ കാലത്ത് നമ്മളുടെ എല്ലാവരും പകുതി, എനിക്കറിയാവുന്ന ഒരു 30% വിശ്വാസികൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലാണ് ഇപ്പോഴും. അപ്പം നമ്മളവർക്ക് അവർ നമ്മളെ കാണാൻ പറയാത്ത നമ്മൾ സ്കൈപ്പിൽ എന്ന് പറയണത് ക്രിസ്തുവിലല്ല, അത് സ്കൈപ്പിലാണ്. ആ സമീപസ്ഥം എന്ന് പറയുമ്പോൾ നിൽക്കണപ്പിൽ അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ സ്കൈപ്പിൽ കാണുന്നു, നിങ്ങൾ വീഡിയോ കോൾ നടത്തുന്നൊക്കെ പറയുന്നില്ലേ, അത് ആ നിൽക്കണപ്പിൽ അത് മാഞ്ഞു നെറ്റ് പോകുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കും വെക്കും. പക്ഷെ അങ്ങനെയല്ല, 24 hours നമുക്ക് സമീപസ്ഥമായിരിക്കണം വിശ്വാസത്തിലാണ്.
ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ മകൻ ഏത് രാജ്യത്ത് ജീവിച്ചാലും, നിൻ്റെ മകൾ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ഏത് രാജ്യത്ത് ജീവിച്ചാലും നിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണ പോലെയാണ്. കാര്യം എന്താണ്? നീയും അവനും. അത് നിൻ്റെ വിശ്വാസത്തിൽ നീ നിൻ്റെ വ്യക്തികൾ, നിൻ്റെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ നിൻ്റെ സമീപത്താണ്. ആ ഒരു ബോധം, അതൊരു ബോധമാണ്. ഞാൻ ഇടയ്ക്ക് പറയും, നമ്മളുടെ വിശ്വാസം എന്ന് പറയണത് ഒരു ബോധമാണെന്ന് പറയും, അല്ലേ? ഒരു ബോധമാണ്, അറിവാണ്. ഈ നിത്യത എന്ന് പറയണത് എന്താണ്? സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോധമാണ്. നമ്മൾ ബോധത്തിലാണത് അറിയണത്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ, ഇല്ലേ? നമ്മൾ 17:3 വായിക്കത്തില്ലേ? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ആ അറിവ് എന്തുകൊണ്ടാണ് നമ്മൾ അറിയണത്? കണ്ണുകൊണ്ടാണ് കാണുന്നത്. കണ്ണുകൊണ്ട് കാണത്തില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണുകൊണ്ട് കാഴ്ചയ്ക്ക് അതീതമാണ്. പിന്നെന്താണ്? ബോധത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ അറിയണത്. ദൈവവും ഒരു വലിയ ബോധമാണ്. അതുകൊണ്ടാണ് ഈ ബോധങ്ങളുടെ ഐക്യങ്ങളിൽ ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും എടുത്തു കളയാത്ത ആനന്ദമായി മാറണത് ഇഹത്തിൽ പോലും ആ ഒരു ബോധമുണ്ടെങ്കിൽ ആ ബോധത്തിലെ ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ മെലിൻഡ എന്ന് പറഞ്ഞ ഈ സഹോദരി അമ്മച്ചി ചെയ്തിരിക്കുന്നത്, അവരെന്താ ചോദിച്ചാൽ അവർ ഉടമ്പടി തൈലം എടുത്തിട്ട്, അറിയാലോ ഉടമ്പടി തൈലം 12 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക വൈൻഡിങ് പ്രയർ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കുന്നത്. ഇവരിത് എടുത്തിട്ട് ഇവരുടെ കാലിൽ അപ്ലൈ ചെയ്യും. ആര്? മകൻ്റെ കാലാണെന്ന് യേശുക്രിസ്തുവിൽ പ്രഖ്യാപിച്ചിട്ട്. ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പ്രഖ്യാപനമാണ്. എല്ലാം ക്രിസ്തുവിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിൽ ഈ കാല് എൻ്റെ മകൻ്റെ കാലാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു കരുതലാണ്. ഇപ്പം രക്തസ്രാവക്കാര രോഗി എന്താ പറഞ്ഞത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. ലൂക്കാസ് വിശേഷം നോക്കിയേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി. എന്താണ്? എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഉള്ളിലെ വിചാരമായിട്ടാണ്. മെലിൻഡ എന്താ ചെയ്തിരിക്കുന്നത്? ഉള്ളിലെ വിചാരമാണ്. ക്രിസ്തുവിൽ തൻ്റെ പാദം മകൻ്റെ പാദമായിട്ട് ഉള്ളിൽ വിചാരിക്കുകയാണ്. ആരല്ലേ? ക്രിസ്തുവിലെ. ഇതാണ് ഈ ക്രിസ്തുവിൽ വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം വിദൂരസ്ഥരെ സമീപസ്ഥമാകുന്നത്. ആ സ്ഥലത്തിൻ്റെ വിശാലമായത്, ആ വലിയ സ്പേസ് ഷോർട്ടൻ ചെയ്യണത് അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും കർത്താവിൻ്റെ ശക്തി ഉണ്ടെന്ന് എത്രയോ പേര് കർത്താവിൻ്റെ വസ്ത്രത്തേക്ക് തിക്കി ഞെരിഞ്ഞപ്പോൾ അവർ അപ്പോസ്തലന്മാർ ചോദിക്കുന്നുണ്ട്, നിന്നെ തിക്കി ഞെരിക്കുന്നില്ലേ? ആയിരക്കണക്കിന് മനുഷ്യർ നിൻ്റെ വസ്ത്രത്തെ പോലും സ്പർശിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ഒരു സൗഖ്യമില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അതായത് ഈ ഉള്ളിൽ വിചാരിപ്പിലാണ് വിഷയം ഇരിക്കുന്നത്. 10,000 പേര് കർത്താവിനെ ഞെരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലാരാണ് ഉള്ളിൽ വിചാരിക്കണത് അവർക്കാണ് അനുഭവം വരണത്. രക്തസ്രാവക്കാർ രോഗി വിചാരിച്ചു, വെറുതെ വിചാരിച്ചതല്ല. എന്താണ്? വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും പവറായിരിക്കും, ഡിവൈൻ പവറായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം, അതാണ് വിചാരിപ്പെന്ന് പറയണത്. ഈ വിചാരിക്കുന്നതിനെ നമ്മളങ്ങനെ വിചാരിക്കുമ്പോൾ അതിൽ ഉള്ളത് എന്താണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം മെലിൻഡ ചേച്ചി എന്താ ചെയ്തത്? കർത്താവിൽ അവൾ വിചാരിച്ചു, എൻ്റെ മകൻ്റെ കാലാണിതെന്നും പറഞ്ഞ് വിചാരിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ലെവലാണ്. എന്നിട്ട് അവരുടെ കാലിൽ ഉടമ്പടി തൈലം
10 സ്ഥലത്ത് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി തൊടുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴവിടെ തന്നെ പെട്ടെന്ന് ഈ മകൻ വിളിക്കും, അമ്മേ എനിക്ക് എല്ലാ വേദനയും മാറി, ആ ആണി അടന്നു പോയെന്ന് പറയും. എവിടെയാണ്? സ്പെയിനില്ലേ. ഈ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സാക്ഷ്യം ക്യാച്ച് ചെയ്ത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പല സാക്ഷ്യങ്ങൾ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പണ്ടിതുപോലെ വല്ലാത്ത ഉദരവേദന ഉണ്ടായിരുന്ന മകൾ നാട്ടിലില്ല. അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുണ്ട്, അത് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പല സാക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ടത്. മകൾക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷേ മകൾ നാട്ടിലില്ല. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കും. ഇതെല്ലാം ഒരു പ്രഖ്യാപനം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനമാണ്. എന്താണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനം വരണത്? എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അതെല്ലാം നമ്മൾ അറിയണം. എന്താണ്? യേശു കർത്താവാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആദിമസഭയാണ് ഇത് കണ്ടുപിടിച്ചത്, അഥവാ ആദിമസഭയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഇത് നൽകിയത്. കാര്യം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കും. പിന്നെ എന്തു ചെയ്യും? 2 കാര്യങ്ങളാണ് ഈ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം സഭയിലുള്ളത്. ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റു പറയണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നമ്മൾ. എന്താണ്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം വന്നിരിക്കുന്നത്, ഹൃദയത്തിലാണ്. അപ്പം അത് റോമ 10:9 ഒരു വല്ലാത്ത വചനമാണ്. അതിലാണല്ലോ ഈ ഉടമ്പടി തൈലം എല്ലാം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി തൈലം തേക്കുമ്പോൾ എങ്ങനെയാണ് ആണി രോഗമാണ് പോണത്? അതല്ല പ്രശ്നം. ഉടമ്പടി തൈലമൊക്കെ ഒരു മീഡിയമാണ്. ആ മീഡിയം ഉപയോഗിക്കണത് എന്താണ്? ഞങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിയും യേശുവിൻ്റെ നാമത്തിലാണ് അത് ആശീർവദിക്കണത്. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വിശുദ്ധ മീഡിയമായിട്ട് പ്രവർത്തിക്കുകയാണ്. സാധാരണ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണ പോലെ അല്ലത്. അത് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെന്താ ചെയ്തിരിക്കണത്? ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട്, ഇപ്പോൾ എന്താണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്? ഞാൻ ഒരു 21 ലക്ഷം മനുഷ്യരെ കർത്താവിന് വേണ്ടി കൗൺസിൽ ചെയ്തൊരു കപ്പാസിറ്റിയാണ്. പിന്നെ എന്താ കപ്പാസിറ്റി? എൻ്റെ ഒരു നല്ല കാലത്ത് 2004 പരിശുദ്ധ അമ്മ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവം എനിക്കൊരു യോഗ്യത തന്നൊരു കപ്പാസിറ്റിയാണ്. ഞാനിത് വലിമയായിട്ട് പറയണതല്ല, ഒരു സാധനം. പക്ഷേ അതിലേക്ക് വന്നത് എന്താണ്? അതിലേക്ക് വന്നത് ദൈവത്തോടുള്ള കുഞ്ഞുനാളെ പോലും കർത്താവിന് മഴയത്താണ് ഞാൻ പള്ളിയിൽ പോകണമെങ്കിലും കുർബാന കൊടുക്കാൻ വേണ്ടി വൈദികരെതിരെ വരികയാണെങ്കിൽ, കുർബാന കൊടുക്കാൻ വേണ്ടിയാണ്, രോഗികളെ കുർബാന കൊടുക്കാനാണ് വൈദികം പോകണമെന്ന് കണ്ടാൽ ഞാൻ അവിടെ നനഞ്ഞ മണ്ണിലായാലും മുട്ടേ നിൽക്കും. അതൊരു ബന്ധമാണ് ശരിക്കും. ഇത് പുതുതായിട്ട് അച്ഛനായതിനു ശേഷം ഉണ്ടായൊരു ബന്ധമല്ലത്. അത് നല്ല കത്തോലിക്ക ചൈതന്യമുള്ള പാവപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഇന്ന് പകർന്നു കിട്ടിയതാണ്. ഈശോയാണ് പോണത്, നീ മുട്ടേ നിൽക്കണമെന്ന് മാതാപിതാക്കന്മാർ പകർന്നു തന്നതാണ്. ഇന്ന് എല്ലാം നമ്മൾ പകർന്നു കൊടുക്കും മാതാപിതാക്കന്മാർ, യേശുവിനെ ഒഴിച്ച്. അവരെ കുറ്റം മക്കളെ കുറിച്ചൊരു കാര്യമില്ല. നമ്മളെല്ലാം മക്കൾക്ക് പകർന്നു കൊടുക്കും. എന്താണ് നമ്മൾ കൊടുക്കാത്തത്? യേശുവിനെ ഒഴിച്ച്, യേശുവിനെ പകർന്നു കൊടുക്കാൻ നമ്മൾക്കറിയണം. അതിനാണ് ഇതുപോലുള്ള ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ പകർന്ന് കിട്ടിയാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്ന് അകന്ന് പോകത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ ഞാനത് അറിയാതെയാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത്, എന്നിട്ട് ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, സുനാമി നടക്കുമ്പോൾ ഞാൻ ആലപ്പുഴ അന്ധകാരനഴി മുഖത്ത് നിൽക്കുകയാണ്. 2ാമത്തെ സുനാമിക്ക്, 3ാമത്തെ സുനാമി വരാൻ പോകുന്ന റേഡിയോയിൽ ടെലിവിഷനിലും വിളിച്ച് പറയുമ്പോൾ ജനം കിട്ടിയതും പെറുക്കിക്കൊണ്ട്, കൈ കിട്ടിയത് ആട് പശുവിനെയൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയെ കയറ്റി, ആടിനെയൊക്കെ കയറ്റി, ആടിനെ സൈക്കിളെ വെച്ചൊക്കെ കിട്ടിയതും പെറുക്കൊണ്ട് പോകുന്ന വലിയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. എങ്ങനെയാണ് അഭയാർത്ഥികൾ പോകുന്നതെന്ന്, എൻ്റെ തീരെ നാട് എങ്ങനെയാണ് ഒഴിഞ്ഞു പോണതെന്ന് നമുക്ക്. അതായത് അവിടെ ആ സമയത്ത് KR ഗൗരിയമ്മ വന്നു, മന്ത്രിയാണെന്നവരെ.
അവിടെ ഈ പോലീസും പട്ടാളം എല്ലാം വന്നവിടെ, പോലീസൊക്കെ വന്നു. പക്ഷേ മൂന്നാമത്തെ തിര വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഒരു കണക്കിനാണ് മന്ത്രി അവിടെ നിന്ന് പോയത്. പോലീസിനെ കാണാനില്ല. ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ തിരയുടെ അവസ്ഥ അറിയാമല്ല, റേഡിയോയിൽ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, വേളാങ്കണ്ണി പള്ളി പോലും കടൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണ റിപ്പോർട്ടല്ല. അന്തരീക്ഷം തന്നെ എല്ലാം മാറിപ്പോയി. നമ്മളിപ്പോൾ കാണുന്ന അന്തരീക്ഷം അല്ലത്. ഭയങ്കര കാർമേഘം കയറി ശീതക്കാറ്റടിച്ചിട്ട് കടലിങ്ങനെ കറുത്തുരുണ്ട് പെരുണ്ട് വരുന്ന ഒരു സംഭവമാണിത്. ആ സമയത്ത് മൂന്നാമത്തെ 10:10 മൂന്നാമത്തെ വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സുണ്ട്. ആൾക്കാരൊത്തിരിയുണ്ട്, ഒരു കഥയുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന മസിലില്ലേ, അതിനെക്കൊണ്ട് അടക്കാനേ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും സംഭവിക്കാത്തോളം കാലം കേമന്മാരാണ്, ഞങ്ങൾ ഭയങ്കര സംഘടനാ പ്രാപകരാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു വിഷയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാനങ്ങനെ ആ മനുഷ്യന്മാർ അവിടെ കടപ്പുറത്ത് തടിച്ചു കൂടിയ മനുഷ്യരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പോൾ എനിക്കെന്താണ്, എൻ്റെ മുമ്പിൽ മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിതുപോലെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് ഞാൻ കടപ്പുറത്ത് നിൽക്കിയിരുന്നു. ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഞാനും കൂടി കടലിലോട്ട് നടന്ന് ചെന്നിട്ട് അവിടെ മുട്ടിയിൽ നിന്ന് കൈകോർത്ത് മുട്ടിയിൽ നിന്ന്. കാര്യം എൻ്റെ മനസ്സിലൊരു വചനം ഉണ്ടായിരുന്നു, കടലിനെ ഓടാമ്പൽ വഹിക്കേണ്ടത് കർത്താവാണെന്ന് ജോബ് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ ആ വചനം അങ്ങനെ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് നീയാണ് കർത്താവേ, ആ ഓടാമ്പൽ വീണ്ടും തിരിച്ച് വെക്കണേ, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. അതാണ് പ്രാർത്ഥന, അത്രേ ഉള്ളൂ. പക്ഷെ ആ വാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വചനമുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനമിരിക്കുന്നത്. ക്ഷോഭിക്കുന്ന കടലിനെ പ്രാർത്ഥിക്കാൻ ആ വാക്കിൻ്റെ ഉള്ളിൽ ശാന്തതയുടെ ദാനം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശാന്തത വലിച്ചൂരി എടുക്കുന്നതാണ് പ്രശ്നം, വിശ്വാസം. ഈ ശാന്തത എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വചനം എന്താണ്? ഒരു ക്ലെയിമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ചു കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ആർക്കാണ്? സമുദ്രത്തിന്. അപ്പോൾ എന്ത് അധികാര സൂര്യതാപമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ കർത്താവിൻ്റെ കയ്യിൽ അതിനൊക്കെ ഒരു നിയന്ത്രണത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അതാണ് ഓർത്തത്. ജീവിക്കാൻ വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സമയമാണ്. അത് പ്രഖ്യാപിക്കാൻ കർത്താവ് ആ സമയത്ത് തോന്നിച്ചതാണ്. അതാണ് ഞാൻ ആസ്തി എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇങ്ങനെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അവിടെ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് സഭയ്ക്ക് എതിരെയൊക്കെ ഓരോരുത്തർ. കാര്യം ഇന്ന് കേരളത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായ രീതിയിൽ മോശമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ഇപ്പോൾ ഒരു 10-15 കൊല്ലമേ ആയുള്ളൂ. അതായത് പണ്ട് ഇങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായി വന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ പ്രത്യേക ഒരു വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രത്യേക തീവ്ര വിഭാഗങ്ങൾ, അത് ഇന്ന മതം എന്ന് പറയണില്ല, ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും തീവ്ര വിഭാഗങ്ങൾ മനുഷ്യൻ്റെ സമാധാനം ശരിക്കും ഭീഷണിയാകുമ്പോഴാണ് വ്യത്യസ്തമായ കാലാവസ്ഥകൾ, സാമൂഹ്യ കാലാവസ്ഥകൾ ഉണ്ടാകണത്. പക്ഷേ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അങ്ങനെ അതിനെതിരെ പ്രതിരോധിക്കുക, അതിൻ്റെ രീതിയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതുന്ന ആൾക്കാർ അതതിൻ്റെ വിഷയമായിട്ട് പോകും. പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. ലംബാർഡ്സ്, വിസിഗോഡ്സ്, മൂർസ് അങ്ങനെയുള്ളവരെല്ലാം നാഗരികതയെ ചവിട്ടിക്കൂട്ടുന്ന കാലത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ യൂട്യൂബിലൂടെ ഒരു പ്രസംഗം കാച്ചുകയാണ് ചെയ്തത്. അല്ല, എന്താ ചെയ്തത്? ക്ലാരപ്പുണ്യാളത്തിൽ ചെന്നിട്ട് ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ലംബാർഡ്സിൻ്റെയും വിസിഗോഡ്സിൻ്റെയും നേരെ, കൊള്ളക്കാരുടെ നേരെ മഠമാക്രമിക്കാൻ വന്ന
നാട്ടിൽ കൊള്ളക്കാരും തീവപ്പും നടത്തിക്കൊണ്ടിരുന്ന കന്നിബാൽസ് പോലെ, അതിൻ്റെ അകത്ത് നരഭോജികൾ പോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവിടെ നേരെ കർത്താവിൻ്റെ ദിവ്യകുർബാന കാണിക്കുകയാണ് ചെയ്യണത്. ആ ദിവ്യകുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചിട്ട് അവർക്ക് വേറെ ചില കാര്യങ്ങൾ, അവർ പട്ടാളത്തിൻ്റെ വലിയ ബ്രിഗേഡ് നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ നഗരം വിട്ടു പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാളാണ്. തോമസ് അക്വീനാസിനോട് മാർപ്പാപ്പ ഗ്രിഗറി പറഞ്ഞു, നിങ്ങൾ ബ്ലെസ്സഡ് സാക്രമെന്റിനെ കുറിച്ചൊരു വചനം, ഒരു 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 പാട്ടെഴുതാൻ പറഞ്ഞു, ഒരു ഹിം എഴുതാൻ പറഞ്ഞു. തോമസ് അക്വീനാസിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ദിവ്യകുർബാനയുടെ വലിയ ഭക്തനാണ്. ദിവ്യകുർബാനയുടെ പണ്ഡിതനല്ല, ഒരു കഥയില്ല അതിൻ്റെ അകത്ത്. ദിവ്യകുർബാനയുടെ ഭക്തൻ. കാര്യം പാണ്ഡിത്യമെല്ലാം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മളതിനെ വിശ്ലേഷിച്ച് ഉള്ളി പൊളിച്ചില്ലാതെ അടക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ അവരെന്താണ്, അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് രാജസേവകൻ പോണത്. അവൻ പറഞ്ഞ വാക്കെങ്ങാനും പഠിച്ചുകൊണ്ട് പോയെങ്കിൽ അവൻ്റെ കാര്യം പോക്കായിരുന്നു. ഞാൻ രാജസേവകൻ്റെ വൃത്തിയിൽ എന്താ ചെയ്തിരിക്കണത്? രാജസേവകൻ എന്താ ചെയ്തിരിക്കണത്? നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. 4:50 എന്താ പറയണത്? അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. ആ തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. ഞാൻ ഓർക്കണേ, അവൻ പറഞ്ഞത് എങ്ങാനും പഠിക്കാനാണ് അവൻ പോയിരുന്നെങ്കിൽ അവൻ്റെ കാര്യം പോക്കുക, മകൻ്റെ കാര്യം പോക്കായിരുന്നു. കാര്യം ഇത് പഠിക്കുന്നതിലൂടെയല്ല നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്, ആ വചനത്തിലാണ് വിശ്വസിക്കണം നമ്മൾ. വചനത്തിൻ്റെ ഇതൊന്നും വേണ്ടെന്നല്ല, പ്രബുദ്ധമായ ഒരു ആധ്യാത്മികതയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലല്ല, അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്, അതിൻ്റെ കവറിങ്ങാണ്. ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കവറിനാണ് നമ്മൾ തിന്നണത്, ബിസ്ക്കറ്റാണ് തിന്നണത്? അതാണ് വിഷയം. ഒരു ബിസ്ക്കറ്റ് നമ്മുടെ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കിട്ടി, ഒരു ആപ്പിൾ കിട്ടി, തൊലിയൊക്കെ ചേർത്ത് കളഞ്ഞിട്ട് ആപ്പിൾ കഴിക്കും. ചില ആൾക്കാർ അല്ലാതെയും കഴിക്കും. ഓറഞ്ച് തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇത് പഠനങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അതിൻ്റെ കവറിങ്, കാമ്പല്ല. കാമ്പ് വേറെ, കവറ് വേറെ. അതായത് കാമ്പെന്ന് പറയണത് കർത്താവ് തന്നെയാണ്. എന്താണ്? വചനമല്ല, അവൻ പറഞ്ഞ വചനം. ആര്? ക്രിസ്തു പറഞ്ഞ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ, ജീവിതത്തിലെ അങ്ങ് പറഞ്ഞ വചനം രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ വിശ്വസിക്കുവാൻ, നടപ്പിൽ വരുത്തുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന റോമാ 10:9 പോലെ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ആ വിശ്വാസത്തെ എന്റെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധികളിലേക്ക് യേശുനാമത്തിൽ പ്രഖ്യാപിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഏകാഗ്രതയോടുകൂടി കർത്താവിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുകയും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് കർത്താവിൻ്റെ തിരുസേനയെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ അങ്ങയുടെ വചനങ്ങളെ വിശ്വസിച്ച് നടപ്പിൽ വരുത്തുവാൻ എനിക്ക് ശക്തി തരണം. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുവാൻ എനിക്ക് ശക്തി തരണം. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ച പ്രിയമുള്ളവരെ, വചനത്തിൽ വിശ്വസിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വചനത്തിൽ ചെറിയ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ വലിയ വിശ്വാസമുണ്ട്. ഇസ്രയേൽ പോലും കണ്ടിട്ടില്ലെന്ന് നമ്മൾ ശതാധിപൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഈശോ പറഞ്ഞില്ലേ? അതായത് ഇത്രയും വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇസ്രയേലിലുള്ളതിനേക്കാൾ വലിയ വിശ്വാസമാണ്
അപ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിശ്വാസം ഇസ്രായേലിലുള്ളത് ആർക്കാ? എബ്രാഹത്തിനാണ്. എബ്രാഹത്തിനെയും കൂടി കൂട്ടിയാണെങ്കിൽ പറയണം. എബ്രാഹത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടാണെങ്കിൽ പറയണത്. അതിൻ്റെ ഒരു റേറ്റിംഗ് ഭയങ്കരമായി പോയി. ആദ്യമായിട്ട് എബ്രാഹത്തിൻ്റെ വിക്കറ്റ് വീണ ഇവിടെ വെച്ചാൽ എന്താണ് ഇസ്രായേലിൽ പോലും കണ്ടിട്ടുള്ളത്. നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെ വായിച്ചു വിടാം. പക്ഷേ ഇസ്രായേലിൽ ആരാ ഉള്ളത്? എബ്രാഹാം മുതൽ മോശ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇസ്രായേലിലുള്ള ആൾക്കാരാണ്. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഇന്ന് ആ കാലങ്ങളിലുള്ള ഇസ്രായേൽക്കാരാണെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കറിയത്തില്ല. അത് ഈശോ തന്നെയാണ് വെളിപ്പെടുത്തി തരേണ്ടത്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്രായേലാണോ, ആ കാലങ്ങളിലുള്ള ടോപ്പോഗ്രഫിക്കൽ ഇസ്രായേലാണോ, അതോ എസ്തംബോറയായിട്ട് വരുന്ന, അതായത് ചരിത്രാതീത കാലം മുതലുണ്ടാകുന്ന ഇസ്രായേലാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഈശോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ ഫെയ്ത്ത് വലിയ ഫെയ്ത്താണെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. ഈ വിശ്വാസം ഭയങ്കര. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? ശ്രദ്ധിക്കുക, വിശ്വാസത്തിൽ തന്നെ ഗ്രഡേഷൻസ് ഉണ്ട്. വെച്ചാൽ പലതരത്തിലുള്ള നിലവാരമുള്ള വിശ്വാസമുണ്ട്. ഇപ്പം എന്താണ് ഇപ്പം 4:50 നമ്മൾ വായിച്ചത്? രാജസേവകൻ കർത്താവ് പറഞ്ഞ വചനം വിശ്വസിച്ചാണ് അവൻ പോയത്, അല്ലേ? കർത്താവ് പറഞ്ഞ വചനം വിശ്വസിച്ചാണ് അവൻ പോയത്. പക്ഷേ ചില സമയത്തൊരു വിഷയമുണ്ട്. ചില വചനങ്ങൾ വിശ്വസിച്ചാലും ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല. നല്ല വിശ്വാസം ഉണ്ടാകും, പക്ഷേ വചനം ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല. ഇതൊരു പ്രശ്നമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവതരമായ രീതിയിൽ സമീപിക്കേണ്ടതാണ്. ചില വചനങ്ങൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാകും, പക്ഷെ ചില വചനങ്ങൾ ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ പത്രോസിൻ്റെ 16:16 ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമയോൻ മറുപടി പറയും. 16:16 എന്താ പറയണത്? ശിമയോൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ. അപ്പോഴും അറിയാമല്ലോ, ശിമയോൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്താ പറയണത്? ശിമയോൻ എന്ന് പറഞ്ഞ ആരാണ്? സൈമൺ ദ പീറ്റർ, അതായത് പത്രോസ്, അതായത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. അപ്പോൾ ഈശോ പറയും, 16:17 വരുമ്പോൾ പറയും, ശിമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ വിശ്വാസം ഉണ്ടല്ലോ ശിമയോന്, ഉറപ്പല്ലേ? ഇപ്പോൾ എന്താ നമ്മുടെ സബ്ജക്റ്റ്? ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ അനേക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് അച്ഛൻ പറയണത് മനസ്സിലായോ? അപ്പോൾ അവിടെ പിന്നെ എന്താ വേണ്ടത്? എന്താ വിശ്വാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് അച്ഛൻ പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ നമ്മുടെ രാജ്യസേവകൻ്റെ വിഷയം എന്താണ്? യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ പോയി. അതിനാണ് മകൻ ജീവിച്ചത്. അപ്പോൾ അവിടെ വിശ്വാസം മതിയായിരുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഈ ശിമയോനേക്കാൾ, ഈ രാജസേവകനേക്കാൾ വലിയ വിശ്വാസം നടത്തിയത് ആരാണ്? ശിമയോൻ എന്താ പറയുന്നത്? യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് നീ. അതിനേക്കാൾ വലിയൊരു വെളിപാടില്ല. അപ്പോൾ യേശു 16:17 വായിച്ചോളൂ. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോഴേ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? വേറെ ഒരാൾ കൂടി ഈ വിശ്വാസത്തിൽ കക്ഷിയാകുന്നുണ്ട്. രാജസേവകൻ്റെ വിശ്വാസത്തിൽ ഈ ആളിപ്പോൾ ഈ ശിമയോൻ്റെ വിശ്വാസത്തിൽ വന്ന ആളില്ലായിരുന്നു. ആരാണ്? പിതാവായ ദൈവം. ഇപ്പം വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് മാറി അവിടെ. എന്താണ്? യോനായുടെ പുത്രനായ ശിമയോനെ
മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈ ക്രിസ്തീയ ജീവിതത്തിലെ പിതാവിന് വല്ലാത്ത ഒരു റോളാണ്. അത് ഞാൻ പിന്നീട് പതുക്കെ പറയാതെ, നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ABCD ക്രിസ്ത്യാനിയായിട്ടിരിക്കും, ബേസിക് ക്രിസ്ത്യൻസ്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ ബേസിക് കോഴ്സ് എന്ന സംഭവമുണ്ട്. ബേസിക് കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ മാർക്ക് കിട്ടി പോകുന്ന ആളാണ് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഉന്നതമായ പഠനത്തിലൊന്നും അവർ യോഗ്യരല്ല, അതുകൊണ്ട് ബേസിക് കോഴ്സ് എന്ന് പറയും. ഇനി കർത്താവ് ഉദ്ദേശിക്കണത് എന്താണ്? ഈ രാജസേവകൻ്റെ വിശ്വാസം വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമില്ല. എന്താണ് യോഹന്നാൻ 4:50 എന്താ പറയണത്? കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ പോയി. കർത്താവിനും വിശ്വസിച്ചു, അവൻ്റെ വചനത്തിലും വിശ്വസിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ മാറി. പത്രോസിൻ്റെ ഫെയ്ത്തിൽ വന്നപ്പോൾ എന്താ പറയണത്? പത്രോസിനോട് എന്താ പറയണത്? ശിമയോനെ, മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞ ശിമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോഴിനി വിശ്വാസത്തിൻ്റെ ലെവല് മാറുകയാണ്. എന്താണ്? ഇവരങ്ങ് റോക്കായിട്ട് ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഈശോ തിരിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? യു ആർ റോക്ക്, നീ പാറയാണ്. അപ്പം ക്ലിയറായില്ലേ? ഈ പാറമേൽ, നിൻ്റെ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ തിരുസഭയെ പണിയും. ഒരു വാഗ്ദാനമാണ്. അപ്പം ശിമയോൻ്റെ വിശ്വാസം കണ്ടല്ലോ. ഈ വിശ്വാസം തന്നെയാണ് ഒരു ചെറിയ സ്ട്രോക്ക് വരുന്നതോടുകൂടി പിറ്റേ ദിവസം ശിമയോൻ്റെ വിശ്വാസം അടിസ്ഥിതിൽ വീണ കാണാം. അതെവിടെയാണ് വീണത്? പീഡാനുഭവ പ്രവചനങ്ങൾ നമുക്ക് നോക്കാമല്ലോ. അത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, മത്തായി 16:21 വായിച്ചോളൂ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരും. താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അടുത്ത വചനം വായിച്ചേ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴേ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ദൈവം കനിയട്ടെ, കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതായത് പെട്ടെന്ന് ആ വിശ്വാസത്തിൻ്റെ ക്ലാസ് ചേഞ്ച് ചെയ്ത്, ഇല്ലേ, അപ്പർ പ്രൈമറി ഇന്ന് ഹൈസ്കൂളിലേക്ക് മാറുമ്പോൾ പുതിയ സബ്ജക്റ്റുകൾ വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം വരുമ്പോഴേ നിങ്ങൾ ഉടനെ ഞാൻ ഇത്രയും വിശുദ്ധമായിട്ട് ജീവിച്ചല്ലോ, കർത്താവിനെ ഞാൻ കണ്ടല്ലോ, സ്വപ്നത്തിലാണെങ്കിലും കർത്താവിൻ്റെ ഞാൻ സാക്ഷ്യം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞിരിക്കരുത്. ദൈവം നിൻ്റെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിത്യത ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. നീ ഇപ്പം കാണുന്ന മക്കളുടെ ജോലിയും വീടും വിവാഹവും അതൊന്നും അല്ല. അതെല്ലാം ചത്തുകെട്ട് പോകും, ചിമിത്തേരി പോകും, ഒന്നുമില്ല. അവസാനം 75 കൊല്ലം കഴിയുമ്പോൾ ഒന്നുമില്ലേ, ഒരു സംഭവമില്ല. ഓർമ്മ പോകുമ്പോൾ തന്നെ എല്ലാം പോയില്ലേ. ആദ്യം പോണത് രുചിയാണ്, ഇല്ലേ, നാക്കിൻ്റെ രുചി. അപ്പോൾ തന്നെ ഭക്ഷണമെല്ലാം ക്ലിയറായി. പിന്നെ എന്താ പോണത്? കൈയും കാലും ഇറക്കുമ്പോൾ തുണി കൊടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ തുണിയുടെ കാര്യം തീരുമാനമായി. ഇങ്ങനെ ഓരോ കാര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പോയി, തുണി പോയി, അവസാനം എന്ത് പറ്റി? ഓർമ്മയും പോയി. തീർന്നില്ലേ? ഞാൻ എപ്പോഴും ഒരു ഓർക്കുകയും ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആരാണ്, ഒരു അൾഷിമേഴ്സ് വന്നൊരു പ്രസിഡൻ്റായിരുന്നു, റീഗൻ്റെ അടുത്ത് വൈഫ് വരുമ്പോഴേ ഹൂ ആർ യു എന്ന് ചോദിക്കും. തീർന്നില്ല പരിപാടി. റീഗനും നാൻസിയും കൂടി മാർക്കറ്റിങ്ങിന് പോയതുപോലും BBC ഭയങ്കര വാർത്തയൊക്കെ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അൾഷിമേഴ്സ് വന്ന് കഴിയുമ്പോൾ വൈഫ് അടുത്ത് വരുമ്പോൾ ഹൂ ആർ യു എന്ന് ചോദിച്ചുള്ള അവസ്ഥ എന്താ? തീർന്ന്. അന്ന് വരെയുള്ള സ്നേഹങ്ങളോ ഐക്യങ്ങളോ നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും അൾഷിമേഴ്സ് വരുന്ന സംഭവമാണ്.
ഒരു കഥയെ വരും. നിങ്ങൾ ആർക്കെങ്കിലും അമിത പ്രാധാന്യം കൊടുത്താൽ ഒരു അൽഷിമേഴ്സ് റെഡി ആയിരുന്നു വെച്ചാൽ മതി. ആർക്കെങ്കിലും അമിത പ്രാധാന്യം കൊടുത്താൽ അൽഷിമേഴ്സ് ഉറപ്പാണ്. ഓർമ്മ കൊണ്ടെല്ലാം പോകും. ഓർമ്മ പോകുമ്പോൾ തീർന്നില്ലേ? പക്ഷേ ഇത് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് പറയാം, ആരെല്ലാം ഓർത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഓർക്കും. ചിലപ്പോൾ നിൻ്റെ ഭാര്യ നിന്നെ ഓർക്കത്തില്ല, ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് വന്നായിരിക്കും മരിക്കാൻ പോണത്. ചിലപ്പോൾ ഭർത്താവ് നിന്നെ ഓർക്കത്തില്ല. ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കണ എത്ര ദിവസങ്ങൾ. എൻ്റെ അപ്പൻ 24 ദിവസം ഓർമ്മയിലായി കിടന്നു. മരിക്കണ സമയത്ത് എത്രയോ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും ആരെയും ഓർക്കണില്ല, ആരെയും അറിയണമില്ല. വെറുതെ ഇങ്ങനെ ഡെഡ് ബോഡി പോലെ കിടന്ന് ശ്വാസം മാത്രം എടുക്കും, അത്രയേ ഉള്ളൂ, ഓർമ്മ പോകും. ഈ ഒരു സിറ്റുവേഷനിൽ മനുഷ്യനെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ആരെല്ലാം ഓർത്തില്ലെങ്കിലും അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലേ. അതൊക്കെ ആ വചനം വായിക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയും ആസക്തി. കാര്യം സിറ്റുവേഷൻ ഇതാണ്. ഈ ലോകത്ത് നമ്മളിങ്ങനെ ദൈവത്തെ മറന്നുകൊണ്ട് എല്ലാവരെയും ഓർത്ത് നമ്മൾ നടക്കും. ഒരു മിസ് കോൾ അടിച്ച് എല്ലാവരും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിനക്കൊരു മിസ് കോൾ തിരിച്ചടിക്കുമ്പോൾ തീർന്നു പരിപാടി. ആരും ഓർക്കത്തില്ല. എല്ലാം ഒരു അവനീ വാഴ്വ കിനാവ് കഷ്ടമെന്ന് പറഞ്ഞ പോലെ പോകും. ഒരു കിനാവിൻ്റെ ബാധ്യത ഇതുപോലെ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈ 49:15 ഒന്ന് വായിച്ചേ. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? 49:15 മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു ബില്യൺ വചനമാണത്, അല്ലേ? അതായത് അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തെ ഒരു മനുഷ്യൻ മറക്കുന്നിടത്ത് വെച്ച് അവൻ മരിച്ചിരിക്കും. പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും മനസ്സിൽ വരുന്ന തോന്നലുകളെ എപ്പോഴും ശ്രദ്ധിക്കണം. മനസ്സിൽ വരുന്ന തോന്നലില്ലേ? ഇപ്പം മെലിൻഡ ചേച്ചിക്ക് വന്ന എന്താ തോന്നൽ? എൻ്റെ കാലിൽ ഉടമ്പടി തൈലം പുരട്ടിയാൽ, മകൻ്റെ കാലിനെ ഈശോയിൽ ഓർത്തുകൊണ്ട് പുരട്ടിയാൽ കർത്താവ് അവനെ സുഖപ്പെടുത്തും. ആ തോന്നൽ അവർക്ക് എവിടുന്ന് വന്നതാണ്? അത് അച്ഛൻ എന്താ പറഞ്ഞത്? യേശുവുമായി ഐക്യപ്പെട്ടത് മൂലം ഉണ്ടായതാണ്. യേശുവുമായിട്ട് ഐക്യപ്പെടുന്ന വചനം ഏതാണ്? 6:17 1 കൊറിന്ത്യസ് 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്? 1 കൊറിന്ത്യസ് 2:15 എന്താ പറഞ്ഞത്? ഞങ്ങളാകട്ടെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈ ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ കഴിയാതിരുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:6 പറയണത്. എന്താണ്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ മനസ്സാണ് അപ്പോസ്തലന്മാർ അറിയേണ്ടിയിരുന്നത്. പക്ഷെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവനുമായിട്ട് ഐക്യപ്പെടണം. അപ്പോൾ ഈ വിഷയത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത്? ഇപ്പം നിൻ്റെ കുടുംബം, നിൻ്റെ ലോണ്, അല്ലെങ്കിൽ നിൻ്റെ വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി കിട്ടാത്ത അവസ്ഥ, അത് നീ ഉടമ്പടി വെച്ച വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, ഈ വിഷയങ്ങൾക്കെല്ലാം ക്രിസ്തുവിന് ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാര മാർഗമുണ്ട്. നീ ഉടമ്പടി കൃത്യമായി ചെയ്ത് അവനോട് വിശ്വാസം കാണിച്ച്, പിന്നെ വിശ്വാസം മാത്രമല്ല, വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ പറയുന്നേ, ഇപ്പോൾ ഒരു കോഴിമുട്ട, അത് ഒരു കുയിലിൻ്റെ മുട്ട, പാടുന്ന കുയിലിൻ്റെ മുട്ട വിരിയണത് 10 ദിവസം കൊണ്ടാണ്. 10 ദിവസം. ഒരു കോഴിമുട്ട വിരിയണത് 21 ദിവസം കൊണ്ടാണ്. ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ട വിരിയണത് 44 ദിവസമാണ്. 44 ദിവസവും പിന്നെ ഒരു കുറച്ച് മിനിറ്റും കൊണ്ട് അത് വിരിയത്തുള്ളൂ. ഇനി ആബർഡോസിൻ്റെ ഒരു പക്ഷിയുണ്ട്. അത് ഭയങ്കര സാധനം, ഒരു വേട്ടക്കാരൻ പക്ഷിയാണ്.
കണ്ടാത്തൊരു അത്ര കുഴപ്പമൊരു വെള്ളയും ചാരയും കൂടിയ ഒരു പക്ഷിയാണ്. നമ്മുടെ മഞ്ഞുനാടുകളിലേക്ക് അതുള്ളൂ. ആൽബർട്ടസ് പക്ഷിയുടെ മുട്ട വിരിയണ 85 ദിവസം വേണം. ഏതാണ്ട് ഇതുപോലെയാണ് വചനത്തിൻ്റെ അവസ്ഥ. ചില വചനങ്ങൾ നമ്മുടെ വിശ്വാസം കൊണ്ട് വിരിയും, ചില വചനങ്ങൾ ഈ ശതാധിപൻ്റെ പോലെ ഇത്തിരി കടുത്ത വിശ്വാസം വേണം. ചില വചനങ്ങൾ വിശ്വാസം കൊണ്ടും വിരിയത്തില്ല, പിന്നെ സമയമെടുക്കും. അതാണ് ഈ പത്രോസിന് സംഭവിച്ചിരിക്കുന്നത്. പത്രോസിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞതാണ്, കർത്താവാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ പിറ്റേ ദിവസം ക്രിസ്തു ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ഐസി അടിച്ചു പോയി. പുള്ളി എല്ലാം മറന്നുപോയി, ഇന്നലെ പറഞ്ഞ എല്ലാം മറന്നുപോയി. ഒരു വിശ്വാസം പ്രഖ്യാപിച്ചാൽ ആ വിശ്വാസം ശിഥിലമാകാൻ ഒരു സഹനം മതിയാകും. യു ഗോട്ട് ദ പോയിന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ എത്ര വിശ്വാസം പ്രഖ്യാപിച്ചാലും ആ വിശ്വാസം ഒരു നിമിഷം ശിഥിലമാകാൻ ഒരു സഹനം മതിയാകും. ഈ സഹനത്തിന് ഭയങ്കര വല്ലാത്ത റോളാണ്. സഹനം വരുമ്പോൾ ഓർക്കുക, അപ്ഗ്രഡേഷൻ വരാൻ പോകുന്നുണ്ട്, വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം തന്നെ കയ്യോടെ പത്രോസ് പതറിപ്പോയി. കർത്താവേ, അങ്ങയ്ക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് പത്രോസിനെ. ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയോട് ആ മനുഷ്യന് വിശ്വാസമുണ്ട്, പക്ഷെ ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇതല്ലേ എല്ലായിടത്തെയും പ്രശ്നം. ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷെ ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ പറ്റണില്ല. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ കുരിശുബന്ധത്തിൽ നിന്നും അതുമൂലം ഉണ്ടാകുന്ന മഹത്വം ഉയർത്തുന്നതിൽ നിന്നും ദൈവമഹത്വത്തിൽ നിന്നും എല്ലാം പത്രോസ് പതുക്കെ ഈശ്വരനെ മാറ്റാൻ പോവുകയാണ്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നീ എൻ്റെ പുറകിൽ പോകാൻ പറഞ്ഞത് ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇനി ഈ പത്രോസ് തന്നെ ഇപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം ഇവിടെ എന്ത് പറ്റി? കഠിനമായിപ്പോയി. പത്രോസിൻ്റെ വചനം അപ്പം അതായത് മറ്റ് ഈ കോഴിമുട്ടയും കുയിലിൻ്റെ മുട്ടയും പോലെ അല്ല ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അതിന് കഠിനമുള്ളതാണ്. അതിന് 44 ദിവസം എടുക്കും വിരിയാൻ. അപ്പോൾ ഇത് കട്ടി കൂടി. മനുഷ്യപുത്ര ശത്രുകാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനെ പീഡിപ്പിക്കും, വധിക്കും, അവൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ, ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ പത്രോസിന് പറ്റണില്ല. പത്രോസിന് ആ വചനം കഠിനമായിപ്പോയി. കഠിനമായി പോയെങ്കിലും കർത്താവ് പത്രോസിനെ കളഞ്ഞില്ല. ഇത്തിരി സിലബസ് ഇത്തിരി കട്ടിയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇനി പഠിക്കേണ്ടെന്നൊന്നും പറഞ്ഞില്ല, വീട്ടിൽ നിൽക്കടാന്ന് പറഞ്ഞില്ല. കുറേ ആൾക്കാരോട് പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു, സ്കൂൾ വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു. സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ആളിനോട് ഇപ്പം ഈശോ പറഞ്ഞ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്ക് നിത്യം ജീവിക്കും. ഇപ്പോൾ 6:58 വരുന്നില്ലേ? 6:58 യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇത് സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അതായത് ഈ 6:58 എന്താ പറയണത്? കുറേ ശ്രോതാക്കൾ നിൽക്കുന്നുണ്ട്. അവരോട് എന്താ ഈശോ പറയണത്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പ്രശ്നവുമില്ല, അവർ റിയാക്ട് ചെയ്യണില്ല, അവർക്ക് അലർജിയില്ല. അവരെല്ലാം അന്ന് തലക്കാട്ട് ശരിയാണ്, മന്ന ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല അവർക്ക്. അടുത്ത വചനം എന്താ പറയുന്നത്? കർത്താവ് അതായത് പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഒരു പ്രശ്നവുമില്ല. കണ്ട, അത് കേട്ടിട്ടും ആ വല്യപ്പന്മാരും ചേട്ടന്മാരും ഒക്കെ തലയാട്ടി ആ കുഴ എന്നേക്കും ജീവിച്ചാൽ കൊള്ളാതെ പറഞ്ഞ് അവരൊക്കെയാണ്. അവർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു അലർജിയും ഇല്ല. പക്ഷേ അടുത്ത സംഭവം പറയും. എന്താ പറയണത്? 6:60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. അതായത് ഈ അപ്പം ഭക്ഷിക്കുന്ന മരിക്കും, അതുപോലെ പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കുക, ലോകത്തിൻ്റെ ജീവന് വേണ്ടി. അവിടെയാണ് പ്രശ്നം വന്നു പോയത്. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അവിടെയാണ് പ്രശ്നം. അവിടെ വന്നപ്പോൾ കടൽ ഇളകണ പോലെ ഇവർ അലർജി. അതായത് അവർ കുറേ വചനങ്ങൾ വിശ്വസിക്കുന്നു, കുറേ വചനങ്ങൾ വിശ്വസിക്കണില്ല. ഇതെന്നെ ക്രിസ്ത്യാനിക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
ക്രിസ്ത്യാനിയല്ല, കുറേ കർത്താവിൻ്റെ കുറേ വചനങ്ങൾ വിശ്വസിക്കും. പക്ഷേ യഥാർത്ഥ വചനങ്ങളിലേക്ക് കർത്താവ് പതുക്കെ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. എന്താ റിയാക്ട് ചെയ്ത്? 6:60 വായിച്ചേ. ഈ വചനം കഠിനമാണ്. അത്രയും നേരം ഒരു കുഴപ്പമില്ല. ഇപ്പം ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വിഷയം മാറി. എന്താ പറഞ്ഞത്? 6:60 എന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്. ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? നേരത്തെ പറഞ്ഞ വചനങ്ങളെല്ലാം ലഘുവാണ്, കുഴപ്പമില്ല. ഈ വചനം കഠിനമാണ്. ഇത് തന്നെയല്ലേ 10 ദിവസം സംഭവിച്ചത്. യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ ആള് അവൻ ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ 10 ദിവസം പറഞ്ഞ് കഠിനമാണെന്ന് പറഞ്ഞു. 10 ദിവസം പറഞ്ഞില്ല കഠിനമാണെന്ന്? 10 ദിവസം പറഞ്ഞില്ല കഠിനമാണെന്ന്? കർത്താവ് നമ്മളെ പറയണ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ 16-17 മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് 10 ദിവസം പറയുകയാണ്. ഒരു കുഴപ്പമില്ല. ആ 10 ദിവസം തന്നെയാണ് 16-ലേക്ക് നിന്ന് തിരിച്ചു വരുമ്പോഴേ 16-22 എന്താ പറയണത്? ദൈവം കനിയട്ടെ കർത്താവേ, ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇത് കഠിനമാണ്. കണ്ട, ഇത് കഠിനമാണ്. അത് തന്നെയല്ലേ മറ്റു ശിഷ്യന്മാരും പറയണത്. ഇത് കഠിനമാണ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇത് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ വചനത്തിന് പത്രോസ് ആയാലും നാട്ടുകാരായ പബ്ലിക്കായാലും ഒരു വിഷയം ഉണ്ടാകും, കഠിനമുണ്ടാകും. ഇപ്പം ലഘുവായ കുറേ കാലങ്ങളുണ്ട് വചനത്തിൻ്റെ. പിന്നെ ചില വചനങ്ങൾ ഉൾക്കൊള്ളാൻ കഠിനമായ കാലമുണ്ടാവും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനം നമ്മൾ റോമ 2:18 എടുത്തേ. റോമ 2:18 സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ, നീ വചനം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. അതായത് ശ്രേഷ്ഠതയിലേക്കുള്ളൊരു യാത്രയുണ്ട്. വചനം എന്താന്ന് പറഞ്ഞാൽ റോമ 2:18 എന്താ പറയണത്? വചനം അല്ലെങ്കിൽ നിയമം. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവഹിതമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം ഒരു ദൈവഹിതമായൊരു വിഷയം വരികയാണ്. ഇപ്പം നിനക്ക് മക്കളില്ല, 11-ാം കൊല്ലമാണ് മക്കളുണ്ടാകണത്. ചിലപ്പോൾ ഈ ജന്മത്തിൽ മക്കളുണ്ടാകത്തില്ലെന്ന് വിചാരിച്ചോ, അതൊരു ദൈവ വചനമാണ്. ശരിക്കും പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഏകസ്ഥരും ബ്രഹ്മചര്യമുള്ളവരുമായിട്ട് ജീവിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണത്. അപ്പം ദൈവഹിതം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കൊച്ചു ത്രേസ്യ ഏതാണ്ട് 9 വയസ്സ് മുതൽ അവൾക്കുള്ള ദൈവവചനം എന്താണ്? 24 വയസ്സ് വരെ അവൾ രോഗിയാണ്. അത് അവളെ സംബന്ധിച്ചുള്ള ഹിതമാണ്, കഠിനമായ. അതിൽ നിന്നാണ് അവൾ വിശുദ്ധയായി മാറുന്നത്. അപ്പം നമ്മളെ നിത്യരക്ഷ എപ്പോഴും ലഘുവചനങ്ങളിൽ നിന്ന് കിട്ടത്തില്ല. ഈ ഗോട്ട് ദ പോയിന്റ്. ശ്രദ്ധിക്കണം. നമ്മുടെ നിത്യരക്ഷ കഞ്ഞി കാപ്പി IELTS അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഈ ലഘുവചനങ്ങളിൽ നിന്ന് കിട്ടും. പക്ഷെ പേയ്മെൻ്റുള്ള വചനങ്ങളിൽ നിന്നൊന്നും ഈ ഭൗതികമായ ആനുകൂല്യങ്ങളല്ലാതെ ഗുരുതരമായ വചനങ്ങളിൽ നിന്ന് മാത്രമേ. കഠിന വചനങ്ങൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നിത്യരക്ഷയായിരിക്കും. ഇത് നിങ്ങളൊരു വെളിപാട് പോലെ സ്വീകരിച്ചോ. കഠിന വചനങ്ങൾ കഠിന വചനങ്ങളിൽ നിന്ന് എന്താ പറയണത്? കഠിന വചനങ്ങൾ ഇപ്പോൾ 10 ദിവസം നിൽക്കുന്ന സമയത്തല്ല പറയണത്. എന്താ പറയണത്? കർത്താവിൻ്റെ ഹിയറിംഗ് പബ്ലിക് എന്താ പറയണത്? ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോഴെന്താ പറയണത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് ശ്രവിക്കുവാൻ കഴിയും? ശ്രവണമാണല്ല പ്രശ്നം. ഇത് പത്രോസും എന്താ പറഞ്ഞത്? കർത്താവെ, നീ പറഞ്ഞ വചനം കഠിനമാണ്. നീ ശത്രുക്കളെ ഏൽപ്പിക്കുക, അവരെ നിന്നെ പീഡിപ്പിക്കുക, വധിക്കുക. ഉയർപ്പിൻ്റെ കാര്യം പത്രോസ് വിട്ട്. അങ്ങനെ ഒരു സംഭവം നടക്കത്തിലും പത്രോസിന് അറിയാം. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ വിവരം അന്ന് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കഠിനമായി മാറി. ഉയർപ്പിൽ വിശ്വസിക്കാത്തോളം കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം കഠിനമായിരിക്കും. ഇറ്റ് ഗോട്ട് ദ പോയിന്റ്. ഉയർപ്പിൽ വിശ്വസിക്കത്തോളം കാലം, ഉയർപ്പെന്ന വലിയ സത്യത്തെ വിശ്വസിക്കാൻ ദൈവം നമുക്ക് വരം തരാത്തോളം കാലം എൻ്റെ ദൈവവൈദ്യരെ നിൻ്റെ ഓരോ ജീവിത പ്രശ്നങ്ങളും നിനക്ക് കഠിനമായിരിക്കും. കഠിനമായ ദൈവത്തിൻ്റെ വചനമായി മാറും. കഠിനം മധുരമാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് മധുരമാകണത്?
എങ്ങനെയാണ് കഠിന വചനങ്ങളെ മധുരമാക്കണത്? ഇപ്പോൾ പത്രോസിൻ്റെ തന്നെ കാര്യം എടുക്കാം. കർത്താവ് അവനോട് ചോദിച്ചു, കഠിനമാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പോയല്ലോ, വാട്ട് യു സേ, നിനക്കെന്താ പോണോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസിന് അപ്പോഴും പിതാവായ ദൈവം ഒന്ന് തോടും. എന്താ പറയണത്? കർത്താവേ, ഞങ്ങൾ അങ്ങനെ പോകത്തില്ല. എന്താ കാര്യം? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എന്താ കാര്യം? നിത്യജീവന്റെ വചനങ്ങൾ. ആ ഭാഗം വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 6:68. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ടാ പത്രോസ് ലൈനിൽ വന്ന കണ്ടാ എന്താ പറയണത്? ഞങ്ങൾ എത്ര വചനം കഠിനമായാലും, എത്ര പേര് നിന്നെ ഇട്ടിട്ട് പോയാലും ഞങ്ങൾ പോകത്തില്ല. ഒരു കാരണമാണ്. എന്താണ്? ഈ കഠിന വചനങ്ങളിലാണ് കർത്താവെ നിത്യത നീ ഒളിപ്പിച്ച് വെച്ചിരിക്കണത്. പക്ഷെ ഭയങ്കര ഗ്രേറ്റ് വെളിപാടാണ് ഈശോ പത്രോസിന് കൊടുത്തത്. അതായത് നമ്മളുടെ കഠിനാനുഭവങ്ങൾ ഓർക്കുക. ചില ആൾക്കാർ ഓർക്കും, കർത്താവ് അവർ 10 കൊല്ലം തളർന്ന് കിടന്നല്ല, എന്തുമാത്രം കൈയും കാലുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ പള്ളി കുർബാന മുടക്കാത്ത ആളാണ്. ഇപ്പോൾ വന്നിരിക്കണ മരുമക്കളും നോക്കണില്ല, മക്കളും നോക്കണില്ല, അവർ തൂറും മുള്ളുമൊക്കെ കട്ടിലേ തന്നെയാണ്. 10 കൊല്ലം ഇത്രയും ദൈവവേദന പിടിച്ച് നടന്ന ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തെങ്കിലും നടക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പശ്ചാത്തല വർത്തമാനം പറഞ്ഞ് നടക്കും. പക്ഷേ അവർ കഠിന വചനങ്ങളിലൂടെ പോവുകയാണ്. എന്താണ്? അവരുടെ ആ കിടപ്പിലാണ് നിത്യത ഇരിക്കണത്. നിത്യത. അതാ പത്രോസിന് അത് പെട്ടെന്ന് കിട്ടി. ദൈവത്തിനെ ശ്രദ്ധിക്കുക. നിനക്ക് ജോലി കിട്ടിയത് കൊണ്ടോ വീട് കിട്ടിയതുകൊണ്ടോ നീ 10 പിള്ളേരെ പ്രസവിച്ചത് കൊണ്ടോ അല്ല ഇരിക്കണത്. നിൻ്റെ നിത്യത ഇരിക്കണത് നീ വചനത്തിന് കഠിനമായ സാഹചര്യങ്ങളെ, കഠിനമായ അനുഭവങ്ങളെ, കഠിനമായ ദൈവഹിതങ്ങളെ, കഠിനമായ ദൈവവചനങ്ങളെ, ജീവിതത്തിൽ വരുന്ന ദൈവവചനങ്ങളോട് നീ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ്. പത്രോസ് പറയണത്, കൊന്നാലും ഞങ്ങൾ ഒരിടത്തും പോകത്തില്ല. എന്താ കാര്യം? നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് കഠിനമാണ്, പക്ഷെ അത് ഈ ലോകത്തുള്ള ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല. വചനം കഠിനമാണ്, പക്ഷേ ഈ ലോകത്തുള്ള ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല. ഈ സമയം എന്താ സംഭവിക്കണത്? പത്രോസ് എപ്പോഴും എന്ത് പറഞ്ഞാലും അവിടെ ഒരു പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. എന്താ കാര്യം? പത്രോസിനോട് പണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുമ്പോഴേ എന്താണ് പറഞ്ഞത്? 16:16 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞത്? ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എൻ്റെ പിതാവാണ്. അപ്പം പിതാവാണ് വെളിപ്പെടുത്തുന്നതിൻ്റെ ആളെന്ന് മനസ്സിലായില്ലേ? ഈ നമ്മൾക്ക് മനസ്സിലാകാത്ത സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളുടെ സത്യസന്ധത നമുക്ക് വെളിപ്പെടുത്തി തരണത് പിതാവാണ്. ചില കഠിന വചനങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരണത്, അർത്ഥം പറഞ്ഞു തരണത് പിതാവാണ് യേശുവിലൂടെ സംസാരിക്കുന്നത് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? ഈശോ എന്തുകൊണ്ട് പത്രോസ് പറഞ്ഞ് കഠിനമാണെന്ന് പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞില്ലേ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ വചനം കഠിനമാണെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. നീ ഇപ്പം പറഞ്ഞ വചനം നിനക്ക് കഠിനമാണെന്ന്. അപ്പോഴെന്ത് പറ്റി? മറ്റുള്ളവരും പറഞ്ഞ് ഈ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ് ഇത് കഠിനമാണ്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ്. പത്രോസും പറഞ്ഞ് ഇത് കഠിനമാണ് എന്ന് പറഞ്ഞപ്പോൾ സത്താനെ നിൻ്റെ പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. പുറകിൽ പോയി നിൽക്കണത് എന്തിനാണ്? നീ ചെകുത്താനാണ്, ഇനി എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. രണ്ടാമത് കർത്താവ് മുമ്പേ, ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ പോകുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 10 ദിവസം പുറകിലല്ലേ നിൽക്കേണ്ടത്? 10 ദിവസം മുമ്പിൽ കയറുന്നതല്ലേ കുഴപ്പമായി പോയത്. പണ്ട് 10 ദിവസം തന്നെ പുറകെ നിൽക്കുക, എന്നെ അനുഗമിക്കുക, എൻ്റെ വചനം കേട്ട് മനസ്സിലാക്കാൻ പറഞ്ഞു. അവനോട് പോകാൻ പറഞ്ഞില്ല, കാര്യം അവൻ പോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആരുടെ പക്കലേക്ക് പോകുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അപ്പനോട് ഈശോ പറഞ്ഞു, അപ്പാ അവൻ പോകത്തില്ല കേട്ടോ, പക്ഷെ പാവത്തിന് വചനം കഠിനമാണെന്ന് പറഞ്ഞു. വേറെ കുറേ ആൾക്കാർ പോയപ്പാ, അവർക്ക് കഠിനമാണെന്ന് പറഞ്ഞ് പോയി, പക്ഷേ ഇവൻ പോകത്തില്ല, അവൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് പുറകെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ട അപ്പാന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയും, അവനെ താബോറിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയും. പിറ്റേ ദിവസമാണ് താബോറിൽ പോണത്. താബോറിൽ പോകുമ്പോൾ ഉയർപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ഇന്നലെ പറഞ്ഞില്ലേ, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞില്ലേ? ആ ഉയർപ്പിൽ ഇവരങ്ങോട്ട് തിളങ്ങും.
ഇവൻ്റെ വിശ്വദൈവീക രൂപം അങ്ങോട്ട് കാണുമ്പോൾ പത്രോസിൻ്റെ ഓർമ്മ പോകും. പത്രോസിൻ്റെ അഭിഷേകം ഉണ്ടായിട്ട് പറഞ്ഞു, നമ്മളിവിടെ ആയിരിക്കണം നല്ലതാണെന്ന് പറയും. അപ്പോൾ പറയും നല്ലതും ചീത്തയൊക്കെ പിന്നെ പറയാം, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് അപ്പം പറയും. ഇവൻ എൻ്റെ മകനാണ്, ഇവനെ നീ കേൾക്കണം. കേൾക്കാത്ത കുറേ ആൾക്കാർ കഠിനമാണെന്ന് പറഞ്ഞു പോയി. നീ കഠിനമായിട്ടും പോകാതെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഇവനെ കേൾക്കാനുള്ള അഭിഷേകം ഞാൻ നിനക്ക് നൽകുന്നു. ദൈവ പൈതലേ, നിൻ്റെ ദൈവം നിനക്ക്, ദൈവപിതാവ് നിനക്ക് നൽകുന്ന കഠിന ജീവിതാനുഭവങ്ങൾ കഠിന പദങ്ങളായിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പാ എന്ന് വിളിക്കണം. അപ്പാ, ഇത് മനസ്സിലാക്കാനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. അപ്പാ, എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികടേ 17:5 ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. ശ്രവണാഭിഷേകം കൂടി, കഠിന പദങ്ങൾക്ക് പ്രത്യേകമായ ശ്രവണാഭിഷേകം പിതാവായ ദൈവമാണ് നൽകണത്. 2 പ്രാവശ്യം പിതാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുന്നുണ്ട്, അല്ലേ? 16:17 മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞത്, സിമയോൻ ബാർ ജോന, ഇറ്റ് ഇസ് നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മൈ ഫാദർ ഹു റിലീവ്സ് യു. എന്താണ്? എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന്. അതുതന്നെയാണല്ലോ വീണ്ടും വചനം കഠിനമായപ്പോൾ വീണ്ടും 17:5 പറയുന്നുണ്ട്. എന്താ പറയണത്? ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറഞ്ഞിട്ട് വചനം കഠിനമാണെന്ന് പറയുമ്പോൾ പത്രോസിനോട് പറയും, ഇത് കഠിനമല്ല, നിനക്ക് ദൈവസ്നേഹം കിട്ടുമ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളൂ. വിശ്വാസം കൊണ്ട് മാത്രം എല്ലാ വചനവും മനസ്സിലാക്കാൻ പറ്റത്തില്ല. വിശ്വാസം കൊണ്ട് മാത്രം എല്ലാ അനുഭവങ്ങളെയും, കഠിനാനുഭവങ്ങളെയും മധുരമാക്കാൻ പറ്റത്തില്ല. അതിന് ദൈവസ്നേഹം തന്നെ വേണമെന്ന് പറയും. അപ്പോഴത് പിതാവാണ് നമുക്ക് ദൈവസ്നേഹം തരണത്. എന്താ കാര്യം എന്നറിയാവോ? അതായത് വിശുദ്ധ മത്തായി യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 14:21 വായിച്ച്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. വായിച്ചോളൂ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും, എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ്, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. അപ്പോഴാണ് വെളിപാട് വരണത്. മനസ്സിലായില്ലേ? ചില വചനങ്ങൾക്ക് വിശ്വാസം പോരാ, സ്നേഹം വേണം. പ്രത്യേകിച്ച് കഠിന പദങ്ങൾക്ക്, കഠിന ജീവിതത്തിന്, മനസ്സിലാകാത്ത ചില അവസ്ഥകൾക്ക്, അത് രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക കടമാകാം, കുടുംബത്തിൻ്റെ തകർച്ചയാകാം. ഇങ്ങനെ കഠിന ജീവിതാനുഭവങ്ങളിലെ പോണ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വിശ്വാസം കൊണ്ട് അത് വിരിക്കാൻ പറ്റത്തില്ല. ഓസ്ട്രിച്ച് ജഗ് പോലെ 44 ദിവസം വേണം. എന്താണ് അവിടെ വേണ്ടത്? പിതാവിൻ്റെ സ്നേഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രയാസം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പാ, സ്വർഗീയപ്പാ, കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് അപ്പൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ജീവിക്കുമ്പോൾ അപ്പാ, അപ്പൻ്റെ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, അപ്പാ, സ്വർഗീയപ്പാ, ഈശോയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് അപ്പൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയതുപോലെ കഠിനമായ ജീവിതാനുഭവങ്ങളെ അപ്പൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള പരമമായ പിതാവിനോടുള്ള സ്നേഹത്താൽ, ഈശോയോടുള്ള സ്നേഹത്താൽ, ആത്മാവിനോടുള്ള എന്നെ അഭിഷേകം ചെയ്യണം. കഠിന ജീവിതാനുഭവങ്ങളെ അതിജീവിക്കുവാൻ ദൈവസ്നേഹത്താൽ, വിശ്വാസത്തെക്കാളുപരി ദൈവസ്നേഹത്താൽ പത്രോസിനെ പോലെ എന്നെയും എന്റെ കുടുംബത്തെയും ഇപ്പോഴഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ. അതിജീവിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും വലിയ കഠിനപദം ദൈവം ആരോടാ പറഞ്ഞത്? പബ്ലിക്കിനോടും പത്രോസിനോടും ഒന്നുമല്ല പറഞ്ഞത്, അമ്മയോടാ പറഞ്ഞത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അതല്ലേ കഠിനപദം? ബൈബിളിൽ ഏറ്റവും വലിയ കഠിനപദം എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞതല്ലേ. അപ്പം ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഒരു പക്ഷേ ഏറ്റവും വലിയ കഠിനപദം ഇതാണ്. ലൂക്കാ 1:35 എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അതാണ് പുരുഷനെ അറിയാതെ
അൺറീസണബിളായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി യുക്തി നോക്കുമ്പോഴേ ഇത് കഠിനമാണ്. പക്ഷെ ആ കഠിന പദത്തോട് അമ്മ കൈവരിച്ച നിലപാട് കണ്ടില്ലേ? എന്താണ്? അപ്പാ നീ പറയണത് കഠിനമാണ്, എനിക്കത് മനസ്സിലാവണില്ല, പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്, എന്ത് കഠിനമായാലും ദാസിയെപ്പോലെ നിൽക്കും അവസാനം വരെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മരിയൻ. ഈ പരിശുദ്ധാത്മാവ് ഈ കഠിന വചനത്തോട് അമ്മയുടെ നിലപാട് കേട്ട് കോരിത്തിരിച്ചു പോയ സ്വർഗത്തിലെ ഒരാളാണ് പരിശുദ്ധാത്മാവ്. കഠിന പദത്തോട്, ഈ കഠിന വചനങ്ങളോട് അമ്മ പറഞ്ഞ ഒരു പ്രത്യുത്തരവെന്ന് പറയുന്നത് അപ്പായോടുള്ള മരണസ്നേഹമാണ്. നമ്മൾ പിൽക്കാലത്ത് സാംസ്കൃതമ ഗീതങ്ങളിലെ പ്രണയം മരണത്തെക്കാൾ ശക്തമാണെന്ന് വായിക്കും. സ്നേഹമായാലും എന്തായാലും അതിനേക്കാൾ ശക്തമാണ് അമ്മയുടെ ദൈവസ്നേഹം. അപ്പാ എന്ത് കഠിനമായാലും അപ്പാ ഒരു ദാസിയെപ്പോലെ അന്ത്യം വരെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കഠിന പദങ്ങൾക്ക് സമർപ്പണമാണ് ആവശ്യം. ആ സമർപ്പണത്തിൽ എന്തെല്ലാം വേണം? ഇപ്പോൾ ലൂക്കാ 1:38 കഠിന പദങ്ങൾ കേൾക്കുമ്പോൾ ഒരു ദാസിയായ പോലെയാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നേ പറഞ്ഞോളൂ. പക്ഷെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലല്ലോ. ദൈവത്തിന് വരുമെന്ന് പറയുന്ന ഒരു ഭാവിയുണ്ടോ? വരുമെന്ന് പറഞ്ഞാലും വന്നെന്ന് പറഞ്ഞാലും വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലും വന്നതുപോലെയല്ലേ. പരിശുദ്ധാത്മാവ് അപ്പം തന്നെ അമ്മയിൽ നിറഞ്ഞു. അപ്പം അമ്മ കൊടുത്ത നോട്ടാണ് മേരി സെർവൻ്റ് എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ അന്ത്യം വരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അപ്പാ സെർവൻ്റ്. കഠിന പദങ്ങളോടും കഠിന ജീവിതാനുഭവങ്ങളോടും അപ്പാ സമർപ്പണം. ഈ സമർപ്പണത്തിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്? അതിൽ വിശ്വാസമുണ്ട്, അതിൽ സ്നേഹമുണ്ട്, പിന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് പറഞ്ഞത്. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന പദങ്ങൾ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന പദങ്ങൾ, കഠിന വചനങ്ങൾ. ലൂക്കാ 1:45 നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഒരു വ്യക്തിയെ ഭാഗ്യവതിയാക്കുന്നത് കഠിന പദങ്ങളാണോ? യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? ലളിത പദങ്ങളില്ല. ലളിത പദങ്ങൾ മനുഷ്യനായിട്ട് ഇവിടെ ചത്തുപിരിയാന്നേ ഉള്ളൂ. ലളിത ജീവിതാനുഭവങ്ങളായിട്ട് കഠിന പദങ്ങളാണ്, കഠിന ജീവിത വചനങ്ങളാണ്. ദൈവത്തിൻ്റെ കഠിനമായ വചനാനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് ഒരു വ്യക്തി ശരിക്കും ഭാഗ്യവാനാകണത്, ഭാഗ്യവതിയാകണത്. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പം ദൈവമാണ് ഭാഗ്യവതി എന്ന് പറയണത്, അല്ല മനുഷ്യനല്ല. മനുഷ്യന്മാർ വരെ ഒരു മകൻ ജർമ്മനി, ഒരു മകൻ സ്വിറ്റ്സർലൻഡിൽ, ഒരു മകൻ MBBS എഴുതി ഡോക്ടർ, ഒരു ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയും. എന്തൊരു ഭാഗ്യവാനാണ് ഭാഗ്യവതി എന്ന്. ചാകാൻ നേരത്തൊരു മനുഷ്യനുണ്ടാകത്തില്ല. ഈ ലോകം പറയണതല്ല, ലോകം പറയണ ഭാഗ്യമൊന്നുമല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നണതാണ് അതൊക്കെ ഭാഗ്യമാണെന്ന്. അതൊക്കെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. ദൈവം പറയണം ഭാഗ്യവാനാണെന്ന്. ദൈവം ഭാഗ്യവാനാണെന്ന് പറയണ ആരോടാണ്? ലൂക്കാ 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന വചനങ്ങൾ അത് നിറവേറുമെന്ന് വിശ്വസിച്ചു. പ്രത്യാശയല്ലേ അപ്പ? വിശ്വാസമല്ലല്ലോ, ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ. അത് വിശ്വസിച്ചു, അതുകൊണ്ട് നീ ഭാഗ്യവാൻ. അവിടെ എന്തൊക്കെ വന്നു? വിശ്വാസമുണ്ടായി, സ്നേഹമുണ്ടായി, പിന്നെന്താണ്? പ്രത്യാശ. ഇതിലെല്ലാം ഉത്കൃഷ്ടം എന്താണെന്ന് പൗലോസ് പറയണം. 1 കൊരിന്ത്യൻസ് 13:13 എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവ മൂന്നും നിലനിൽക്കുന്നു. നിത്യതയുടെ കാര്യമാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? നിലനിൽക്കണ എന്താണ്? 1 കൊരിന്ത്യൻസിന്റെ 13:12 വിശ്വാസം, പ്രത്യാശ, സ്നേഹം അവ നിലനിൽക്കുന്നു. അതായത് നിത്യതയിൽ നിലനിൽക്കുന്നു എന്ന്. നിത്യതയിലും നിലനിൽക്കുന്നു. അതിലേറ്റവും വലുതെന്താ? സർവോത്കൃഷ്ടം സ്നേഹമാണ്. അവയെ കഠിനമായ ജീവിതാനുഭവങ്ങളെ ദൈവസ്നേഹം കൊണ്ടാണ് കൈകാര്യം ചെയ്തിട്ട് മധുരമാക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം.
സമാപനാശീർവാദ സമയമാണ്. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം തീർന്ന് നിൽക്കുന്ന കണ്ണടച്ച് കൈകൾക്കൊപ്പി പെടലി ഒടിച്ചിട്ടുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കണ്ണടച്ച് കർത്താവിനെ ഏൽപ്പിക്കുക. എൻ്റെ ദൈവവേദന, നീ ഇന്ന് വലിയ അഭിഷേകം പ്രാപിക്കുക. നീ ഇന്ന് സൗഖ്യം പ്രാപിക്കും. നീ കർത്താവിൻ്റെ മകളായി എല്ലാ വിഷമതകളും മാറിക്കൊണ്ട് നീ കർത്താവിൻ്റെ തിരുസന്നിധിയിലെ എന്തെങ്കിലും വിഷയം നമ്മൾ ആവശ്യസിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേക അഭിഷേകം കിട്ടിക്കൊണ്ട് നീ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരാം. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവര് തത്സമയ നിയോഗ സമർ എല്ലാം ഓർത്ത് കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അങ്ങ് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, തീരാ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, അങ്ങ് കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ഉടമ്പടിയിൽ 6 നിയോഗങ്ങളുടെ മേല് അങ്ങ് സ്പർശിക്കുന്നതിന് ദിവികാരുണ്യ ശക്തി അങ്ങ് മുദ്ര ചെയ്ത് നന്ദി പറയുന്നു. അന്ന് കർത്താവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ വിവേചന അധികാരത്തോടുകൂടി കർത്താവെ ഏറ്റെടുക്കുവാനും അമ്മയുടെ ഭക്തി ലോകം മുഴുവനും പ്രചരിക്കപ്പെടാൻ കൃപ ചൊരിയണമേ. കർത്താവെ, ശുശ്രൂഷയിലായിരുന്നു കൊണ്ട്, കർത്താവെ ലൈവിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൊടുന്നതിന് സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.